ഇന്ന് നമ്മൾ പ്രവാചകന്മാരെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ പുസ്തകം ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമായിരിക്കും. ആരാണ് പ്രവാചകന്മാർ, എന്താണ് അവർ ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ വായനയുടെ സഹായം ചോദിച്ചല്ലോ. ആരെങ്കിലും ഒരാൾ പുറപ്പാടിന്റെ പുസ്തകം 6-ാം അധ്യായം 28 മുതൽ 7:2 വരെ ഒന്ന് വായിക്കണം. ഇരിക്കുന്ന എല്ലാവരും എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നവരാണെന്ന് ഞാൻ സപ്പോസ് ചെയ്യാണ്. അതുകൊണ്ടാണ് മുഖം കാണണമെന്ന് കൂടി ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും സാരമില്ല. ഒരാള് പുറപ്പാടിന്റെ പുസ്തകം 6:28 മുതൽ 7:2 വരെ വായിക്കുക. ഓക്കെ, അത് തുറക്കാൻ സാധ്യമല്ലാത്തവർ ഓക്കെയാണ് കേട്ടോ. എല്ലാവരും ബൈബിൾ എടുത്ത് കൈ പിടിക്കണം, കാരണം ബൈബിളെ കൂടെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പറയുന്ന ടെസ്റ്റുകൾ വായിക്കണം. ആരെങ്കിലും ഒരാൾ ഇതൊന്ന് വായിച്ച് പ്രവാചകൻ ആരാണ് എന്ന് നിർവചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് വായിക്കാൻ പറഞ്ഞത്. നമ്മൾ ടെസ്റ്റ് കൂടെ തന്നെയാണ് പോവുക. അപ്പോ പ്രവാചകൻ പുറപ്പാട് 6:28 മുതൽ 7:2 വരെ. അച്ഛാ, ഞാൻ വായിക്കാം. ഈജിപ്തിൽ വെച്ച് കർത്താവ് മോശയോട് സംസാരിച്ച ദിവസം അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തു: ഞാൻ കർത്താവാണ്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ഈജിപ്തിലെ രാജാവായ ഫറവയോട് നീ പറയുക. മോശ കർത്താവിനോട് പറഞ്ഞു: സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ. ഫറവോ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമോ? കർത്താവ് മോശയോട് പറഞ്ഞു: ഇതാ, ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു. നിന്റെ സഹോദരനായ അഹ്റോൻ നിന്റെ പ്രവാചകനായിരിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ അഹ്റോനോട് പറയണം. ഫറവോ തന്റെ രാജ്യത്ത് നിന്ന് ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ വേണ്ടി നിന്റെ സഹോദരൻ അഹ്റോൻ അവനോട് സംസാരിക്കട്ടെ. ഓക്കെ, മതി. നമ്മള് ഇസ്രായേലിന്റെ വിശ്വാസത്തിന്റെ നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ വായിക്കാനുണ്ട് കേട്ടോ. ഇസ്രായേലിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ നിർവചനങ്ങളും ലഭിക്കുന്നത് പഞ്ചഗ്രന്ഥത്തിലാണ്. ഇസ്രായേലിന്റെ നിയമഗ്രന്ഥത്തിൽ നമുക്ക് പുരോഹിതന്മാരെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും നിയമത്തെക്കുറിച്ചും എല്ലാ നിർവചനങ്ങളുണ്ട്. അപ്പോ പുറപ്പാടിന്റെ പുസ്തകം 6:28 മുതൽ 7:2 വരെ വായിച്ചാൽ ആരാണ് ഒരു പ്രവാചകൻ എന്നുള്ളതിന്റെ നിർവചനം നിങ്ങൾക്ക് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. മോശയോട് ദൈവം പറയുന്നതാണ്: നീ ദൈവത്തെ പോലെയായിരിക്കും ഫറവോയുടെ മുമ്പിൽ. എന്നിട്ട് ദൈവത്തിന് പ്രവാചകൻ വേണമല്ലോ, അതുകൊണ്ട് നിന്റെ സഹോദരനായ അഹ്റോനെ നിനക്ക് പ്രവാചകനായിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ നിന്നോട് പറയുന്നതൊക്കെ നീ അഹ്റോനോട് പറയണം, അഹ്റോൻ അത് ഫറവോയോട് പറയും എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളോട് ദൈവം പറയാനായിട്ട് ആവശ്യപ്പെടുന്ന വിധത്തിൽ സമയത്തും പറയുന്ന ആളെയാണ് പ്രവാചകൻ എന്ന് പറയുക. നിർവചനം: ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളോട് ദൈവം പറയണമെന്ന് പറയുന്ന വിധത്തിൽ പറയുന്ന ആളെയാണ് നമ്മൾ പ്രവാചകൻ എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ നിർവചനം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക, അല്ലെങ്കിൽ നോട്ടിൽ എഴുതി വയ്ക്കുക. അതാണ് നിർവചനം. നിങ്ങൾ ഈ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടി. ഇതാണ് ടെക്സ്റ്റ് ബുക്കായിട്ട് കാണാൻ സാധ്യത. ആൽഫ ടെസ്റ്റ് തന്നെയാണ്, ഞാനാണ് അത് എഴുതിയത്. അതിനകത്ത് ഈ നിർവചനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിർവചനം നിങ്ങൾക്ക് പുസ്തകം ആരുടെയും കയ്യിൽ ഉണ്ടെങ്കിൽ ആ നിർവചനം നിങ്ങൾക്ക് പേജ് 10 2-ാമത്തെ പാരഗ്രാഫ് അല്ലെങ്കിൽ 3-ാമത്തെ പാരഗ്രാഫിൽ കിടപ്പുണ്ട്. അപ്പൊ അത് അതിന് നിർവചനമായിട്ട്. ഇനി പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ബൈബിള് മുഴുവൻ വായിക്കുകയാണെങ്കിൽ ഒരു അധ്യായം, ഒരു ഭാഗം വായിച്ചാൽ പ്രവാചകൻ ആരാണെന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ആ ടെസ്റ്റ് നമ്മൾ വായിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് പ്രവാചകനെ കുറിച്ചുള്ള വാക്കുകൾ നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുന്നവരൊന്ന് എഴുതിയെടുത്താൽ നല്ലതാണ്. പ്രവാചകന് പല വാക്കുകൾ പഴയ നിയമം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് നബി എന്നുള്ള വാക്കാണ്. നബി എന്ന് പറഞ്ഞാൽ പ്രവാചകനാണ്. നബി എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കിന്റെ അർത്ഥം ഈ ഉറവയിൽ നിന്ന് ഇങ്ങനെ വെള്ളം പുറത്തേക്ക് വരുന്നത് പോലെ ഇങ്ങനെ പുറത്തേക്ക് വരിക എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഇങ്ങനെ ഉച്ചരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ദൈവത്തിന്റെ വചനം ഉച്ചരിക്കുന്ന ആളെന്ന അർത്ഥത്തിലാണ് നബി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നത്. ഒന്ന്. രണ്ട്, ദൈവ മനുഷ്യൻ, ഈഷ് അലോഹിം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് നബി, രണ്ട് ദൈവ മനുഷ്യൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. മൂന്ന്,
ഹൊത്സെ, അതായത് ദർശനമുള്ളവൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. 4 ദീർഘദർശി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. പിന്നെ കർത്താവിന്റെ ദാസൻ എന്നുള്ള വാക്കും പ്രവാചകന് ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും വാക്കുകളാണ് ബൈബിൾ നമ്മൾ പ്രവാചകന്റെ നിർവചനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ തന്നെ പഠിക്കുക. നബി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ദൈവ മനുഷ്യൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ദർശനമുള്ളവൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഹൊത്സയാണ്. ദീർഘദർശി, മുമ്പിലോട്ട് കാണാനായ കാര്യങ്ങൾ കഴിയുന്ന ആളെന്നുള്ള ദർശനത്തിൽ നമ്മൾ പരിചയമുള്ള വാക്കാണ്. ദീർഘദർശി വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അത് റോഎ എന്ന് ഹീബ്രുവിൽ പറയും. പിന്നെ കർത്താവിന്റെ ദാസൻ, എന്റെ ദാസൻ, കാവൽക്കാരൻ, ഇടയെന്നൊക്കെയുള്ള വാക്കുകളും ഈ നിർവചനമായിട്ട് പ്രവാചകന് വേണ്ടി വിശുദ്ധ ബൈബിള് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് പ്രവാചകൻ ആരാണെന്ന് ഗ്രഹിക്കാനായിട്ടുള്ള ഒരു വചന ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഒരാള് ഈ ടെക്സ്റ്റ് വായിക്കണം, വളരെ നിർത്തി. അതിനുശേഷം അത് ഞാൻ വിശദീകരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് പ്രവാചകൻ ആരാണെന്നുള്ള ഒരു ആശയം കിട്ടും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. ഒന്ന് വായിച്ച് എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ വേണം കേട്ടോ. ഒന്ന് വായിച്ച് പ്രൊസീഡ് ചെയ്തതിന് ശേഷം നമ്മൾ അല്പാൽപമായിട്ട് അത് വിശദീകരിക്കും. ഓക്കെ, ആരെങ്കിലും വായിച്ചോളൂ. എല്ലാവരെങ്കിലും ബൈബിൾ ഇരിക്കുന്നല്ല, അല്ലെങ്കിൽ കഥ പോലെ ഇരിക്കും കേട്ടോ. ഒന്ന് മനസ്സിലാക്കി ദിവസം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ആരെങ്കിലും വായിച്ചോളൂ. ഇവിടെ ഒരു സിസ്റ്ററെ ഞാൻ കാണുന്നത്, വായിക്കാൻ പോകുന്നത് പോലെ അല്ലെ? ലിസ്മിയ. അതെ, ഫിലോമിന നിർത്തിയ? ഇല്ല, ഞാനിവിടെ ഉണ്ട്. ആരെങ്കിലും വായിക്കുന്നേ വായിച്ചോട്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ വായിക്കാം. സിസ്റ്റർ വായിക്കാൻ തുടങ്ങി, അടുത്ത് വായിക്കാം. 3 വർഷത്തേക്ക് സിറിയയും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായില്ല. 3-ാം വർഷം. ഇത് വായിക്കുമ്പോൾ ഇങ്ങനെ സ്ലോയില് വായിച്ചു പോകുമ്പോൾ എല്ലാവരും അതിന്റെ എല്ലാ പോയിന്റും ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ പോയിന്റും ശ്രദ്ധിച്ചു പോകണം. നിർത്തി അങ്ങ് വായിച്ചു പോയാൽ മതി. ഓക്കെ. 3-ാം വർഷം യൂദ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനെ സന്ദർശിച്ചു. ഇസ്രായേൽ രാജാവ് തന്റെ സേവകന്മാരോട് പറഞ്ഞു, റാമോത്ത് ഗിലെയാദ് സിറിയ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് നാം എന്തിനു മടിക്കുന്നു? അത് നമ്മുടേതാണല്ലോ. അവൻ യഹോഷാഫാത്തിനോട് ചോദിച്ചു, എന്നോടൊപ്പം റാമോത്ത് ഗിലെയാദിൽ യുദ്ധത്തിന് പോരാമോ? യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. എന്റെ സൈന്യം നിന്റെ സൈന്യത്തെ പോലെയും എന്റെ കുതിരകൾ നിന്റെ കുതിരകളെ പോലെയും തയ്യാറാണ്. യഹോഷാഫാത്ത് തുടർന്നു, ആദ്യം കർത്താവിന്റെ ഇംഗിതം ആരായുക. ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി. അവർ 400-ഓളം പേരുണ്ടായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, കണക്ഷൻ പോയെന്നോർത്തതുകൊണ്ട് ഞാൻ റാമോത്ത് ഗിലെയാദ് തിരിച്ചെടുക്കുവാൻ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? അവർ പ്രതിവചിച്ചു, പോവുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നാൽ യഹോഷാഫാത്ത് ചോദിച്ചു, കർത്താവിന്റെ ഇംഗിതം ആരായേണ്ടതിന് ഇവിടെ വേറെ പ്രവാചകനില്ലേ? ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു, നമുക്ക് കർത്താവിന്റെ ഇംഗിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട്, ഇംലായുടെ പുത്രൻ മിഖായ. എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു. അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ പ്രവചിക്കുകയില്ല. യഹോഷാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുതേ. ഉടൻ ഇസ്രായേൽ രാജാവ് സേവകനോട് ആജ്ഞാപിച്ചു, ഇംലയുടെ മകൻ മിഖായെ വേഗം കൊണ്ടുവരിക. ഇസ്രായേൽ രാജാവും യൂദ രാജാവ് യഹോഷാഫാത്തും രാജകീയ വസ്ത്രമണിഞ്ഞ് സമരിയായുടെ കവാടത്തിലൂടെ ഒരു മെതിസ്ഥലത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരുന്നു. പ്രവാചകന്മാർ അവരുടെ മുൻപിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. കെനാനയരുടെ മകൻ സെദക്കിയ ഇരുമ്പുകൊണ്ട് കൊമ്പുകൾ നിർമ്മിച്ചു പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, സിറിയക്കാർ നശിക്കുന്നത് വരെ നീ ഇവ കൊണ്ട് അവരെ കുത്തിക്കീറും. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ പ്രവചിച്ചു. അവർ പറഞ്ഞു, റാമോത്ത് ഗിലെയാദിൽ പോയി വിജയം വരിക്കുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും.
ദൂതൻ ചെന്ന് മിഖായോട് പറഞ്ഞു, ഇതാ പ്രവാചകന്മാർ ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു. അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക. എന്നാൽ മിഖായ പറഞ്ഞു, കർത്താവെ, അവിടുന്ന് അരുൾ ചെയ്യുന്നത് ഞാൻ പറയും. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിഖായ, ഞങ്ങൾ രമോത്ത് ഗിലെയാദിൽ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? മിഖായ പ്രതിവചിച്ചു, നിങ്ങൾ പോയി വിജയം വരിക്കുക. കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. രാജാവ് ചോദിച്ചു, കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം? മിഖായ പറഞ്ഞു, ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. കർത്താവ് അരുൾ ചെയ്യുന്നത് കേട്ടു. ഇവർക്ക് നാഥനില്ല. ഇവർ സ്വഭവനത്തിലേക്ക് സമാധാനത്തിൽ പോകട്ടെ. ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എനിക്ക് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? മിഖായ തുടർന്നു, കർത്താവ് അരുൾ ചെയ്യുന്നത് ശ്രവിക്കുക. കർത്താവ് സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ വലത്തും ഇടത്തും നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ആഹാബ് റാമോത്ത് ഗിലെയാദിൽ പോയി വധിക്കപ്പെടാൻ ആർ അവനെ വശീകരിക്കും? ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി പറഞ്ഞു. എന്നാൽ ആത്മാവ് മുൻപോട്ട് വന്നു പറഞ്ഞു, ഞാൻ അവനെ വശീകരിക്കും. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പ്രതിവചിച്ചു, ഞാൻ ചെന്ന് അവന്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായി ഇരിക്കും. അവിടുന്ന് കൽപ്പിച്ചു, അവനെ വശീകരിക്കുക, നീ വിജയിക്കും. പോയി അങ്ങനെ ചെയ്യൂ. ഇതാ, ഈ പ്രവാചകന്മാരുടെ എല്ലാം അധരങ്ങളിൽ അവിടുന്ന് നുണയുടെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു. നിനക്ക് തിന്മ വരുത്താൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഉടനെ കനാനയരുടെ മകൻ സെദേക്കിയ മിഖായുടെ അടുത്ത് വന്ന് അവന്റെ ചെകിട്ടത്ത് അടിച്ചുകൊണ്ട് ചോദിച്ചു, കർത്താവിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുവാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത്? മിഖായ പറഞ്ഞു, ഒളിക്കാൻ ഉള്ളറയിൽ കടക്കുന്ന ദിവസം നീ അത് അറിയും. ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു, മിഖായയെ പിടിച്ച് നഗരാധിപൻ ആമോന്റെയും രാജകുമാരൻ യോവാഷിന്റെയും അടുത്തേക്ക് കൊണ്ടുപോവുക. ഞാൻ വിജയിച്ച് മടങ്ങി വരുന്നതുവരെ വളരെ കുറച്ച് ഭക്ഷണവും വെള്ളവും നൽകി അവനെ കാരാഗ്രഹത്തിലടയ്ക്കുക എന്ന് അവനോട് പറയണം. മിഖായ പറഞ്ഞു, നീ വിജയിച്ച് മടങ്ങുകയാണെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത്, ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ഓക്കെ, താങ്ക് യു. ഇത് മിക്കായ എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ കഥയാണ് കേട്ടോ. മിക്കായ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മിക്കായ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് വേറെ പ്രവാചകനാണ്. ഇത് മിക്കായ ബെൻ ഇംല എന്ന് പറയുന്ന വേറൊരു പ്രവാചകനാണിത്. ഇദ്ദേഹത്തിന്റെ കഥ ഈ ഭാഗത്തേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ പ്രത്യേകത, ഈ വിവരണം വായിക്കുമ്പോൾ ഒരു പ്രവാചകൻ ആരാണ്, പ്രവാചകന്മാർ എന്തെല്ലാമാണ് ചെയ്തിരുന്നത്, അവരെങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നുള്ളൊരു ആശയം കിട്ടും. അതുകൊണ്ടാണ് ഈ ടെക്സ്റ്റ് നമുക്ക് വിശദീകരിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് എന്നോട് കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബൈബിളിൽ ആകമാനം നിങ്ങൾ അന്വേഷിച്ചാൽ ഒരു ഷോർട്ട് ടെക്സ്റ്റ് ഇങ്ങനെ പ്രവാചകന്റെ എല്ലാ മേഖലയും സ്പർശിക്കുന്നത് ഇത് മാത്രമേ കാണുള്ളൂ. അപ്പോ ഇനി നമ്മളിത് വിശദീകരിക്കുകയാണ്. ഈ ഒരു പറഞ്ഞ വിവരണം മനസ്സിലുണ്ടാവണം. നിങ്ങളുടെ മുമ്പിൽ ബൈബിളുണ്ട്. ഇനി അത് ഓരോന്ന് പറഞ്ഞങ്ങ് പോകുമ്പോൾ ആരാണ് പ്രവാചകൻ, എങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരു ഐഡിയ കിട്ടും. നമുക്കിപ്പോ ഈ ഒരു ക്ലാസ് അല്ലേ ഉള്ളൂ. കാരണം ഇത് ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു വിഷയമാണ്. കാരണം ഓരോ പ്രവാചകന്മാരും, നിങ്ങൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ യേശയ്യായ്ക്ക് തന്നെ 66 അധ്യായങ്ങളുണ്ട്, ജെറമ്യായ്ക്ക് 52 അധ്യായങ്ങളുണ്ട്. ഇങ്ങനെ നീണ്ട നീണ്ട ഗ്രന്ഥങ്ങളാണ്. നമ്മളിങ്ങനെ ഒരു ചുരുക്കമായിട്ട് പറയാനായിട്ട് എളുപ്പമുള്ള ഒരു ഭാഗമാണിത്. ഇനി ഇതിനകത്ത് ഈ ടെക്സ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. പുസ്തകം ഉണ്ടെങ്കിൽ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, പ്രവാചകന്മാർ പൊതുവെ ഇസ്രായേലിലെ രാജകൊട്ടാരങ്ങളുമായി ബന്ധപ്പെട്ടും രാജാവിനോട് ചേർന്നുമാണ് പ്രവർത്തിച്ചത്. ഒന്നാമത്തെ കാര്യം, നമ്മള് നാത്താൻ പ്രവാചകൻ സാമുവേലിന്റെ പുസ്തകത്തിൽ 2-ാം പുസ്തകത്തിൽ 11-ാം അധ്യായത്തിലും 12-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, നാത്താൻ പ്രവാചകൻ കൊട്ടാരത്തിലാണ് വരുന്നത്, ഏശയ്യാ പ്രവാചകൻ കൊട്ടാരത്തിലാണ് വരുന്നത്. കൊട്ടാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും കൊട്ടാരത്തിലുമൊക്കെ ആയിട്ടാണ് ഇവര് ജീവിച്ചിരുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇവരെ രാജാവിന്റെ ഒരു ഉദ്യോഗസ്ഥന്മാരായിട്ട് കണക്കാക്കിയിരുന്നു. ദൈവത്തിന്റെ വചനം വേണ്ടപ്പോൾ അവിടെയാണ് പോവുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങൾക്ക് ദൈവവചനം വേണമെങ്കിൽ
നിങ്ങൾ സാധാരണ ചെയ്യുന്നത് ബൈബിൾ എടുത്ത് വായിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വചനം വേണം. ഇന്ന് നിങ്ങൾ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുക എന്നുള്ളതാണ്. ഇനി കുറച്ചൊരു ഒരു ആത്മീയമായിട്ട് ഉണർവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു ധ്യാനത്തിന് പോയെന്നൊക്കെ ഇരിക്കും. അപ്പൊ അവിടെ ദൈവവചനം കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം, നല്ല ധ്യാനമാണെങ്കിൽ. പഴയ കാലത്ത് ഇതൊന്നുമില്ല, എഴുതപ്പെട്ട വചനവുമില്ല, ഇങ്ങനെയുള്ള ഒരു സംവിധാനവുമില്ല. ജെറൂസലത്ത് ആകെയുള്ള ഒരു ദേവാലയമാണ്. അവിടെ ബലിയർപ്പിക്കുന്നത്, മൃഗങ്ങളെ കൊന്ന് ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ദൈവവചനം ഇല്ലാത്ത, ബൈബിള് പ്രിന്റ് ചെയ്ത ബൈബിൾ ഇല്ല, എഴുതപ്പെട്ട ബൈബിളിൽ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് മനുഷ്യന് ദൈവവചനം ആവശ്യമായിരുന്നപ്പോൾ അവർ അന്വേഷിച്ചിരുന്ന വ്യക്തികളാണ് ഈ പ്രവാചകന്മാർ. അവർക്ക് മാത്രമേ ദൈവവചനം ഉണ്ടായിരുന്നുള്ളൂ, അന്ന് എഴുതപ്പെട്ട വചനമൊന്നുമില്ല. അപ്പോ മനുഷ്യന്റെ ആവശ്യമായിരുന്നു പ്രവാചകൻ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ദൈവവചനം വേണം. അപ്പോ ഇവര് പ്രവാചകനോട് ചോദിക്കും, പ്രവാചകൻ ദൈവത്തോട് ചോദിക്കും, അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം അവിടെ നിലവിലിരുന്നത്. ഇതാണ് കോണ്ടെക്സ്റ്റ്. പക്ഷെ പൊതുവെ രാജകൊട്ടാരങ്ങളിൽ താമസിക്കുന്ന പ്രവാചകന്മാരും ഉണ്ട്, കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട്. അതാണ് ഈ പ്രവാചകന്മാരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രവാചകന്മാരെല്ലാണ്ട് വിളിച്ചോണ്ട് കൊട്ടാരത്തിൽ വരുന്നത്. അപ്പോഴും അവർക്കറിയാം ഒരെണ്ണം കൂടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവാചകന്മാർ ജീവിച്ചിരുന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ഏശയ്യയുടെ 7-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് ഏശയ്യ പ്രവാചകൻ കൊട്ടാരത്തിൽ വരുന്ന കാര്യമൊക്കെ വിവരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ കാര്യം, പ്രവാചകന്മാർ ഗണങ്ങളായിട്ട് ജീവിച്ചിരുന്നു. പ്രവാചക ഗണങ്ങൾ. അതിന് നിങ്ങൾക്ക് ഉദാഹരണം വേണമെങ്കിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 38 മുതൽ 41 വരെ ഒന്ന് വായിച്ചാൽ ഒരാൾ വായിക്കുക. 4-ാം അധ്യായം, രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാം അധ്യായം 38 മുതൽ 41 വരെ, പെട്ടെന്നൊരു ആശയം കിട്ടാൻ വേണ്ടി വായിച്ചോളൂ. ആദ്യം കിട്ടുന്നവരൊക്കെ വായിച്ചോ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം കേട്ടോ. ഞാൻ വായിക്കാച്ചാ. ഓക്കെ. വിഷം കലർന്ന ഭക്ഷണം. എലീഷ വീണ്ടും ഗിൽഗാലിൽ എത്തി. അവിടെ ക്ഷാമമായിരുന്നു. പ്രവാചക ഗണം മുമ്പിലിരിക്കെ അവൻ ഭൃത്യനോട് പറഞ്ഞു, പ്രവാചക ഗണത്തിന് വലിയ പാത്രത്തിൽ അവിയൽ തയ്യാറാക്കുക. അവരിൽ ഒരാൾ വയലിൽ നിന്നും സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് മടി നിറയെ കായ്കൾ പറിച്ചെടുക്കുകയും ചെയ്തു. അവ എന്താണെന്ന് മനസ്സിലാക്കാതെ നുറുക്കി പാത്രത്തിലിട്ടു. അനന്തരം അവിയൽ വിളമ്പി. ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു, ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു. അവർക്ക് ഭക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഏലീഷ പറഞ്ഞു, കുറച്ച് മാവ് കൊണ്ടുവരിക. അവൻ മാവ് പാത്രത്തിൽ നമുക്ക് ഇത് എലീഷ അത് അത്ഭുതം പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ പ്രവാചക ഗണത്തെ കാണാം. എലീഷ ഒരു പ്രവാചകനാണ്, പുള്ളി വേറൊരു പ്രവാചക ഗണത്തെ കാണുകയാണ്. പുള്ളിയുടെ തന്നെ കുറെ ശിഷ്യന്മാർ വേറെ ഉണ്ട് തന്നെ. അപ്പോ ഇത് അവര് ശിഷ്യന്മാരാവാം, അല്ലാത്തവരാ. കാരണം പല പ്രവാചകങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കാണാം. ഏലിയായും ഏലീഷയും കൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഇങ്ങനെ വഴിക്കെല്ലാം പ്രവാചക ഗണത്തെ കാണുന്നതാണ്. ഇങ്ങനെ പ്രവാചകന്മാർ ഗണങ്ങളായിട്ട് ജീവിച്ചിരുന്നു ഇസ്രായേലിൽ. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ആളുകളെ ആവശ്യമുണ്ട്. നിങ്ങളൊരു തീർത്ഥാടന സ്ഥലത്തോ ഒത്തിരി ആളുകൾ കൂടുതൽ സ്ഥലത്ത് പോകുകയാണെങ്കിൽ അവിടെ ഒത്തിരി അച്ഛന്മാർക്ക് പ്രസാരിപ്പിക്കാനും അടിമ വെക്കാനൊക്കെ ഇരിക്കുന്നതാണ്. അപ്പൊ അത് ഒത്തിരി ആളുകൾക്ക് ആവശ്യമുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ദൈവഹിതം അറിയാൻ ഇങ്ങനെ ആളുകൾ സമീപിച്ചിരുന്നുണ്ട്. പ്രവാചക ഗണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അന്നൊരു ജീവിത ശൈലിയായിരുന്നു അത്. എന്നാൽ അതേ സമയത്ത് ഈ മിക്കായെ പോലെ നമ്മളിപ്പോ 400 പ്രവാചകന്മാർ പോയിട്ടും മിക്കായ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന പ്രവാചകന്മാരും അന്നുണ്ടായിരുന്നു. അത് ആ കഥയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പ്രവാചകർ ഗണങ്ങളായിട്ട് ജീവിക്കുമായിരുന്നു, അതേസമയത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ് രാജാക്കന്മാർക്ക് പ്രവാചകന്മാരുടെ ഉപദേശങ്ങൾ ഏറ്റവും ആവശ്യമായിരുന്നത്. ഇതിന് നിങ്ങൾ വായിക്കേണ്ട ഒരു ടെക്സ്റ്റ് നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 8-ഉം 9-ഉം വായിക്കണം. നിയമാവർത്തനം 32, 8-ഉം 9-ഉം.
ആ അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ, മനുഷ്യ മക്കളെ അവിടുന്ന് വേർതിരിച്ചപ്പോൾ, ഇസ്രായേൽ മക്കളുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു. കർത്താവിന്റെ ഓഹരി അവിടുത്തെ ജനമാണ്, യാക്കോബ് അവിടുത്തെ അവകാശവും. അവിടുന്ന് മതി. ഈ ടെക്സ്റ്റ് നിങ്ങൾ എപ്പോഴേലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഇടവരികയാണെങ്കിൽ അന്നേരം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ള കാര്യം ഇതാണ്: ദൈവം ഇങ്ങനെ ജനതകളുടെ അതിര് നിശ്ചയിച്ചു കൊടുത്തപ്പോൾ ഓരോ ജനതയ്ക്കും ഓരോ അതിരുകൊണ്ട് പഴയകാല കാഴ്ചപ്പാടനുസരിച്ച് സ്വർഗത്തിൽ അത്രയും ദേവന്മാരുമുണ്ട്. പൊതു കാഴ്ചപ്പാട്, ഇസ്രായേലിന്റെ കാഴ്ചപ്പാടല്ല, പൊതു കാഴ്ചപ്പാട്. സ്വർഗത്തിൽ കുറെ ദേവന്മാർ, അവർക്കെല്ലാം ഭൂമിയിൽ ഓരോ രാജ്യങ്ങൾ. ഇതാണ് പഴയ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഈ ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ 72 ശിഷ്യന്മാരെ അയക്കുന്നു എന്നൊക്കെ പറയുന്നത്. 72 രാജ്യങ്ങളുണ്ടെന്നാണ് പഴയ ഒരു പാരമ്പര്യ ഒരു കണക്ക്. അപ്പോൾ 72 രാജ്യങ്ങൾ, ഓരോ രാജ്യത്തിലേക്ക് ഓരോ ശിഷ്യൻ എന്ന കണക്കായി പറയുന്നത് അന്നത്തെ ഒരു കാഴ്ച. ഇതനുസരിച്ച് സ്വർഗത്തിൽ ദേവന്മാരുണ്ട്. ഈ ദേവന്മാർക്കെല്ലാം ഭൂമിയിൽ സ്ഥലവുമുണ്ട്. ഇതാണ് കണക്ക്. നിങ്ങൾ മാപ്പ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി അത് മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. KCBC-യിൽ ഈ എന്താണ് ഈശോ അള്ളാഹുവും ഈ കർത്താവും ഒരാളാണോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ട് ഇരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിനകത്ത് ഈ മാപ്പ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഇസ്രായേലിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം അവർക്കെല്ലാം ഓരോ ദേവന്മാരുണ്ടായെന്ന് കാണാം. ഇസ്രായേൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈജിപ്തിൽ താഴെ ആരാധിക്കുന്ന അമൂൺ റേയാണ്, ഫിലിസ്തീൻ ആരാധിക്കുന്നത് ബാലിനെയാണ്, ഇപ്പുറത്ത് കോസിനെയാണ് ഏതോങ്കാർ ആരാധിക്കുന്നത്, പിന്നെ ഫിലിസ്തീർ ആരാധിക്കുന്നത് ബാൽസബൂബിനെയാണ്. ഇങ്ങനെ ചുറ്റുമുള്ള ആളുകൾ ഓരോരോ ദേവന്മാരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇങ്ങനെയുള്ള ഈ പശ്ചാത്തലത്തിൽ സാധാരണ ഞാൻ ഇപ്പോ എൻ്റെ രാജ്യത്തിന്റെ രാജാവാണെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ ദൈവത്തിന്റെ ആളായിട്ടാണ്. ഈ കാഴ്ചപ്പാടനുസരിച്ച് യുദ്ധത്തിന് പോകുമ്പോൾ പ്രവാചകന്മാരെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഇവിടെയുള്ള യുദ്ധം വിജയിക്കണമെങ്കിൽ സ്വർഗത്തിൽ ആ ദേവൻ മറ്റേ ദേവനെ ആക്രമിക്കണമായിരുന്നു. മനസ്സിലായത് കരുതുകയാണ്. അതായത് സ്വർഗത്തിൽ ഒരു യുദ്ധം നടന്നാൽ മാത്രമേ ഇവിടുത്തെ യുദ്ധവും വിജയിക്കുകയുള്ളൂ. ഞാനിപ്പോ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ ദേവന്മാർ കൂട്ടാണെങ്കിൽ ഈ യുദ്ധം വിജയിക്കുകയില്ല. അപ്പോ ഞാൻ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ എന്ന് എൻ്റെ ദൈവത്തിന്റെ ഹിതം അറിയാനായിട്ട് എല്ലാ നാടുകളിലും പ്രവാചകന്മാരുണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ ഒരു ജീവിതശൈലി പണ്ട് എല്ലാ നാടുകളിലും ഉണ്ട്. നിങ്ങൾ ബൈബിളിന്റെ പല ഭാഗത്തും അത് നിങ്ങൾക്ക് മനസ്സിലാവും. ജെറമിയയുടെ 28-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ എല്ലാ നാടുകളിലും പ്രവാചകന്മാരുണ്ടായിരുന്ന സാഹചര്യത്തിൽ എന്തിനാണ് പ്രവാചകന്മാർ എന്നാൽ അടിസ്ഥാനപരമായിട്ട് യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവാചകന്മാരെ ആവശ്യമുണ്ടായിരുന്നത്. നിങ്ങൾ പഴയ ഗ്രീക്ക് സിനിമകളൊക്കെ കാണുകയാണെങ്കിൽ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇവരിങ്ങനെ ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ ചങ്കം കരലൊക്കെ എടുത്ത് നോക്കിയിട്ട് യുദ്ധത്തിന് പോകണോ വേണ്ട തീരുമാനിക്കുന്നത് കാണാം. നമ്മുടെ നാട്ടില് ഈ കണിയാമന്റെ അടുത്ത് പോയിട്ട് ഈ സമയമൊക്കെ നോക്കുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത്. യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് രാജാക്കന്മാർക്ക് കേട്ടോ പ്രവാചകന്മാരുടെ ഉപദേശങ്ങൾ ഏറ്റവും അധികം ആവശ്യമാണ്. കാരണം ഇത് യുദ്ധമാണ്, വലിയൊരു സംഭവമാണ്. യുദ്ധം എന്ന് പറയുന്നത് ചുമ്മാ യുദ്ധത്തിന് പോവുകയല്ല. പഴയ കാലത്ത് ഇവർക്ക് ഒരു വർഷത്തിലുള്ള രാജ്യത്തിന്റെ വരുമാനം പലപ്പോഴും യുദ്ധത്തിൽ നിന്നായിരുന്നു. യുദ്ധത്തിൽ പോയിട്ട് അടുത്തുള്ള രാജ്യങ്ങൾ കീഴ്പ്പെടുത്തിയിട്ട് അത് കൊള്ളയടിച്ചോണ്ട് വരുന്നതായിരുന്നു വരുമാനം പഴയ കാലത്ത്. അപ്പൊ ഇതൊരു അവരുടെ ഒരു ജീവിത ശൈലിയും കൂടെയാണ്. അപ്പൊ ഓരോ കാലത്തും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നോ? കേട്ടില്ല. അതായത് സാമുവേലിന്റെ പുസ്തകം 2-ാം പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയും. ഒന്ന് വായിച്ചോളൂ. എന്റെ കണക്ഷൻ പോയിട്ടാണ്, ഇവിടെ പോയി. സാമുവേൽ 2-ാം പുസ്തകം വേഴ്സസ്
ഒന്നാമത്തെ വേഴ്സ്. പതിനൊന്നാം അധ്യായം കേട്ടോ. വായിച്ചോളൂ. ദാവീദും ബത്ശെബയും. അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തന്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. അവർ അമ്മോന്യരെ തകർത്ത് റബ്ബാന നഗരം വളഞ്ഞു. മതി മതി മതി, നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായല്ലോ. അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള കാലത്ത്, വസന്തമാകുമ്പോൾ എല്ലാ രാജാക്കന്മാരും യുദ്ധത്തിന് പോകണം. കാരണം രാജ്യത്തിന്റെ വരുമാനം, ജനങ്ങളുടെ സുസ്ഥിതിയൊക്കെ യുദ്ധം ആശ്രയിച്ചാണ് പഴയ കാലത്തിരിക്കുന്നത്. അങ്ങനെ യുദ്ധത്തിന് പോകുമ്പോൾ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രാജാവിനെ വേണം, ശക്തരായ രാജാവ് വേണം എന്നൊക്കെ പഴയത്തെ ആളുകൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പോകുന്ന അവസരത്തിൽ യുദ്ധത്തിൽ വിജയിക്കുമോ വരുമെന്ന് അറിയാനായിട്ട് ഇവർക്ക് പ്രവാചകന്മാരുടെ ആവശ്യമുണ്ടായിരുന്നു. ഇതാണ് സാധാരണഗതിയിലുള്ള പ്രവാചകന്മാരുടെ ഒരു ദൗത്യം. അടുത്ത പോയിന്റ്, നാലാമത്തെ പോയിന്റ്, പ്രവാചകന്മാർ. ഞാൻ ഇരിക്കുന്ന എൻ്റെ മുറിയിലല്ല കേട്ടോ, ഞാൻ ഇപ്പോൾ കോട്ടയത്തുള്ള പൗരസ്ത്യ വിദ്യാപീഠത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ എനിക്ക് കണക്ഷൻ ചെറിയ പ്രശ്നമുണ്ട്. കാര്യം ഇതിനടുത്തായിരിക്കുന്നതെങ്കിലും ഇവിടുത്തെ ഇലക്ട്രിസിറ്റി വേരിയേഷന്റെ പ്രശ്നത്തിലാണ്. പ്രവാചകന്മാർ അനേകരായിരുന്നത് കൊണ്ടും അവർ വ്യത്യസ്തമായതും ചിലപ്പോൾ പരസ്പര വിരുദ്ധങ്ങളുമായ അസ്ത്രങ്ങൾ പറഞ്ഞിരുന്നത് കൊണ്ടും അവരുടെ വാക്കുകൾ ദൈവോധനമാണോ എന്ന് ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. അതിന് നിങ്ങൾക്ക് ജെറമിയ 27 28 ഒന്ന് വായിക്കാം. മുഴുവൻ വായിക്കേണ്ട, ഒരു അല്പം വായിക്കും, ഞാൻ നിർത്തിക്കോളാം. ജെറമിയ 27 28 എന്ന് പറഞ്ഞാൽ 2 അധ്യായങ്ങളാണ് കേട്ടോ. ജെറമിയ 27 28. 27 ആദ്യം. വായിച്ചേക്കട്ടെ അച്ഛാ? വായിച്ചോളൂ. ബാബിലോണിന്റെ മുഖം. യൂദാ രാജാവായ ജോസിയായുടെ പുത്രൻ സെദക്കിയായുടെ ഭരണത്തിന്റെ ആദ്യകാലത്ത് ജെറമിയ 28 വായിച്ചാൽ മതി കേട്ടോ. 28 ജെറമിയായും ഹനനിയായും. ആ വർഷം തന്നെ യൂദാ രാജാവായ സെദക്കിയ ഭരണം തുടങ്ങി. 4-ാം വർഷം 5-ാം മാസം അസൂറിന്റെ പുത്രനും ഗിബിയോണിലെ പ്രവാചകനുമായ ഹനനിയ ദേവാലയത്തിൽ വെച്ച് പുരോഹിതന്മാരുടെയും ജനത്തിന്റെയും സാന്നിധ്യത്തിൽ എന്നോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ ബാബിലോൺ രാജാവിന്റെ മുഖം തകർത്ത് കളയും. ബാബിലോൺ രാജാവ് നബൂഖദ്നേസർ ദേവാലയത്തിൽ നിന്നും ബാബിലോണിലേക്ക് എടുത്തുകൊണ്ടുപോയ എല്ലാ ഉപകരണങ്ങളും 2 വർഷത്തിനകം ഞാൻ തിരികെ കൊണ്ടുവരും. യൂദാ രാജാവായ യാക്കീമിന്റെ പുത്രൻ യാക്കോണിയെയും ബാബിലോണിലേക്ക് കൊണ്ടുപോയ യൂദായിലെ എല്ലാ തടവുകാരെയും ഞാൻ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരും. ഞാൻ ബാബിലോൺ രാജാവിന്റെ മുഖം തകർക്കും, കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പോൾ ജെറമ്യ പ്രവാചകൻ പുരോഹിതന്മാരുടെയും ദേവാലയത്തിൽ കൂടിയിരുന്ന ജനത്തിന്റെയും മുൻപാകെ ഹനനിയ പ്രവാചകനോട് പറഞ്ഞു, അങ്ങനെ സംഭവിക്കട്ടെ. ദേവാലയത്തിലെ ഉപകരണങ്ങളും സകല അടിമകളെയും ബാബിലോണിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള നിന്റെ പ്രവചനം കർത്താവ് നിറവേറ്റട്ടെ. എന്നാൽ ഞാനിപ്പോൾ നിന്നോടും ജനത്തോടും പറയുന്ന ഈ വചനം ശ്രദ്ധിക്കുക. എനിക്കും നിനക്കും മുമ്പ് പണ്ടേ മുതലേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേക ദേശങ്ങൾക്കും പ്രബല രാഷ്ട്രങ്ങൾക്കുമെതിരായി യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും ഉണ്ടാകുമെന്ന് പ്രവചിച്ചു. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ യഥാർത്ഥത്തിൽ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് തെളിയുന്നത് അവൻ പ്രവചിച്ച കാര്യം സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ ഹന്യ പ്രവാചകൻ ജെറമ്യ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുകമെടുത്ത് ഒടിച്ചു കളഞ്ഞിട്ട് ജനത്തോട് പറഞ്ഞു, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇങ്ങനെ തന്നെ ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ നുകം എല്ലാ ജനതകളുടെയും കഴുത്തിൽ നിന്ന് 2 വർഷത്തിനകം ഞാൻ ഒടിച്ചു കളയും. മതി. ഇവിടെ എന്നാന്നറിയാമോ? 2 പ്രവാചകന്മാർ ഭയങ്കരമായ യുദ്ധമാണ് നടത്തുന്നത്. ഒരാൾ പറയുകയാണ്, ഇതിന് ചരിത്ര വ്യാഖ്യാനം നിങ്ങൾക്ക് കേട്ടെങ്കിൽ ഒരല്പം സമയമെടുക്കുവേ, അത്ര ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 598 BC ഇസ്രായേൽ യൂദായിൽ ഉണ്ടായിരുന്ന മേൽത്തട്ടുള്ള ആളുകളെ എല്ലാം ബാബിലോണിലേക്ക് നാടുകടത്തി. പിന്നെ കുറച്ചുപേര് കൂടെ ഉണ്ട്, അവരുടെ ഇടയിലെ ജെറമ്യ പ്രസംഗിക്കുന്നത്.
ഈ കൊണ്ടുപോയവരെ എല്ലാം ഉടനെ തിരിച്ചു കൊണ്ടിരുന്ന് ഹനനിയ പ്രവചിക്കുന്നു. ജെറമിയ ഇല്ല, ഇവരെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു പ്രവചിക്കുന്നു. ഇതാണ് കോൺടെക്സ്റ്റ്. നിങ്ങൾ ആ പുസ്തകം രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ അവസാന ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അല്ലെങ്കിൽ ജെറമിയയുടെ പുസ്തകം വായിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രവാചകന്മാർ സംസാരിക്കുന്ന ഒപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാൾ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ഇവർ അടയാളം എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതകരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഇവർ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് സത്യപ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ കുറെ ധ്യാനഗുരുക്കന്മാരൊക്കെ ഉണ്ട്. വളരെ സിൻസിയർ ആയിട്ടുള്ള കുറെ ധ്യാനഗുരുക്കന്മാരുമുണ്ട്. ഇതിനകത്ത് ഒരു സെൻസിറ്റിവ് ഇല്ലാത്ത ആളുകളും ഉണ്ട്. പറയുന്നത് തന്നെ കുഴപ്പം. അപ്പൊ ഇതിൽ ആരാണ് സത്യത പലപ്പോഴും ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് പണ്ട് പ്രവാചകന്മാരെ കുറിച്ച് ഉണ്ടായിരുന്നു. അത് അപ്പൊ പഴയ കാലത്തിന്റെ പ്രശ്നം ഇവർക്ക് വേറെ ഒരു സോഴ്സ്, ഒരു ദൈവഗീത പറയാൻ ഈ പ്രവാചകന്മാരുടെ അടുത്ത് തന്നെ പോകണം എന്നുള്ള കാര്യം ഓർത്തുകൊണ്ടിരിക്കണം. ഇനി അഞ്ചാമത്തെ പോയിന്റ്, അഞ്ചാമത്തെ എന്താന്ന് ചോദിച്ചാൽ, പ്രവാചക ദൗത്യം ഒരു ജീവിത രീതിയായി പലരും സ്വീകരിച്ചിരുന്നതിനാൽ സമൂഹത്തിൽ അവർ എത്ര പേരുണ്ടെന്ന് നാട്ടിലെ സാധാരണ ജനത്തിന് അറിയാമായിരുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര അച്ഛന്മാരുണ്ടെന്ന് നാട്ടുകാർക്ക് അറിയാമല്ലോ. ഇനി അതല്ലെങ്കിൽ അത് പോട്ടെ, അച്ഛന്മാർക്ക് ഒരു വലിയ ഗ്രൂപ്പാണ്. ധ്യാനഗുരുക്കന്മാർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ആശയം പൊതു ആൾക്കാർക്കുണ്ട്. എന്ന് പറഞ്ഞതുപോലെ പ്രവാചകന്മാരുടെ ഒരു പ്രത്യേക ജീവിതശൈലിയായിരുന്നു. അതുകൊണ്ട് എത്ര പേര് ഇവരുണ്ട് എന്നുള്ളത് ജനത്തിനൊരു പൊതു ആശയം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആമോസിന്റെ പുസ്തകം 7-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ടാണ് ഇവിടെ ഈ എല്ലാ പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് വരുന്നത്. എല്ലാവരും ആയോയില്ല, ഒരാളും കൂടെ ഉണ്ട് എന്നൊക്കെ കൃത്യ എണ്ണം പറയുന്നതിന്റെ കാര്യം ഇതാണ്. നമ്മളിപ്പോ വായിച്ച ഈ കഥയിൽ ആമോസിന്റെ പുസ്തകം 7, 14, 15. ഈ ബൈബിൾ പഠനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ബൈബിൾ മറിക്കാനും കൂടെ ഒന്ന് പഠിക്കണം കേട്ടോ. അതാണ് മറ്റൊരു നമ്മുടെ ഒരു ലക്ഷ്യം. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് എന്താണ്, പാവം 2 മനുഷ്യരെ നമ്മൾ പീഡിപ്പിക്കുകയാണ്. ആമോസ് മറുപടി പറഞ്ഞു, ഞാനൊരു പ്രവാചകനല്ല, പ്രവാചകപുത്രനുമല്ല. ഞാൻ ആട്ടിടയനാണ്. സിക്കമൂർ മരം വെട്ടിയൊരുക്കുകയായിരുന്നു എന്റെ ജോലി. ആടുമേയിച്ച് നടന്ന് എന്നെ വിളിച്ച് കർത്താവ് അരുൾ ചെയ്തു, എന്റെ ജനമായ ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക. ഓക്കെ, അപ്പൊ ഞാനൊരു പ്രവാചകനുമല്ല, പ്രവാചകപുത്രനുമല്ല. പ്രവാചകൻ ഒരു ക്ലാസ് ആയിട്ടുണ്ടായിരുന്നുകൊണ്ട് ഇങ്ങനെ ഈ മിക്കായയുടെ ഈ വിവരണത്തിൽ നമുക്ക് പ്രവാചകന്മാരുടെ ഒരു ഗ്രൂപ്പ് ആ നാട്ടിലുണ്ടെന്നും അവരെ കുറിച്ച് രാജാവിനും ജനങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ധാരണയുണ്ട്. ഇങ്ങനെ ഇവർ അറിയപ്പെട്ടിരുന്ന ഒരു ഗ്രൂപ്പാണ് പ്രവാചകന്മാർ. ഇസ്രായേലിൽ ഉണ്ടായിരുന്നു, അതേസമയത്ത് മറ്റു രാജ്യങ്ങളിലും പ്രവാചകന്മാരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത 6-ാമത്തെ പോയിന്റാണ്. 6-ാമത്തെ പോയിന്റ്, സത്യപ്രവാചകന്മാർ ദൈവഹിതം മുഖം നോക്കാതെ പറഞ്ഞിരുന്നതിനാൽ അവരിൽ പലരും വെറുക്കപ്പെട്ടിരുന്നു. നമ്മളിപ്പോ മിക്കായുടെ കഥ കണ്ടതാണ്. ഇവര് നേരെ അങ്ങോട്ട് പറയും. സത്യപ്രവാചകനാണെങ്കിൽ അങ്ങനെ പറയുന്നത് കൊണ്ട് ഈ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക, ദൈവം പറയാന്നൊക്കെ ഉണ്ട്. സത്യപ്രവാചകൻ നേരെ അങ്ങോട്ട് പറയും. അങ്ങനെ പറയുന്നതുകൊണ്ട് ഇവരെ ആളുകൾ വെറുത്തിരുന്നു പലപ്പോഴും. ജെറമിയായ ഉദാഹരണം ജനം വെറുത്തിരുന്നു, മിക്കായെ വെറുത്തു. അതുകൊണ്ട് അപ്പോൾ ജയിലിലിടുന്നത്. അപ്പോ വെറുത്തിരുന്നു. അവർ നേരെ കാര്യം പറയുകയാണ്. സ്നാപക യോഹന്നാനെ ഹെരോദോസ് പിടിച്ച് ജയിലിലിട്ടതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പുതിയ നിയമത്തിൽ. ജെറമിയ 11:21 വായിക്കുക. ജെറമിയ 11:21. നിന്റെ ജീവൻ വേട്ടയാടുന്ന അനാത്തോത്തിലെ ജനങ്ങളെ കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നു, കർത്താവിന്റെ നാമത്തിൽ നീ പ്രവചിക്കരുത്. നിന്റെ ജീവനെ വേട്ടയാടുന്ന അനത്തോത്തിൽ, ഇവന്റെ സ്വന്തം ജനമാണ് ഈ അനത്തോത്തുകാരെന്ന് പറയുന്നത്. വില്ലേജ്, അവന്റെ ഗ്രാമം, അവിടെ ഉള്ളവരെ വേട്ടയാടിക്കൊണ്ട് അവരോട് പറയാനാണ് കർത്താവ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോ അല്ലെങ്കിൽ ജെറമിയ 18:18 വായിക്കുക. 18:18. അപ്പോൾ അവർ പറഞ്ഞു, വരുവിൻ, നമുക്ക് ജെറമിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്താം. എന്നാൽ പുരോഹിതനിൽ നിന്നും നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല. വരുവിൻ. ഇപ്പൊ ഇവര് എല്ലാം കൂടെ ജെറമിയക്കെതിരെ ഒരു ആക്രമണം നടത്താൻ പോവുകയാണ്. ജെറമിയ ആകെ ചെയ്യുന്നത് ദൈവജനം പറയാന്നുണ്ട്. അപ്പൊ പ്രവാചകന്റെ ജീവിതത്തിൽ സത്യപ്രവാചകന്മാർ ആക്രമിക്കപ്പെട്ടിരുന്നു ജനങ്ങളാൽ. എന്നാൽ കള്ളപ്രവാചകന്മാർ പലപ്പോഴും ഇങ്ങനെ അവരുടെ ഇഷ്ടമനുസരിച്ച് സംസാരിക്കുന്നതുകൊണ്ട് അവർ വളരെ ആഘോഷമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്തിരുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ സത്യപ്രവാചകന്മാർ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന പതിവായിരുന്നു.
അടുത്തത് 7ാമത്തെ പോയിന്റ് ആണ്. സെദക്കിയ ഇരുമ്പ് കൊമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചതുപോലെ നമ്മൾ കേട്ടതാണ്. ഇരുമ്പ് കൊമ്പ് ഇതുകൊണ്ട് നീ നക്ഷത്രക്കാർക്ക് പറയുന്നത് സിംബോളിക് ആയിട്ട് പറയുക. പ്രവാചകന്മാർ സംസാരിക്കുമ്പോൾ പ്രതീകാത്മകമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിരുന്നു. പ്രവാചകന്മാര് പ്രതീകാത്മക ഭാഷ ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് ജെറമ്യായുടെ മുമ്പിൽ ഇപ്പോൾ പുസ്തകം ഇരിപ്പുണ്ടല്ലോ, 18ാം അധ്യായം തുടക്കം മുതലങ്ങ് വായിക്കാം. കർത്താവ് ജെറമ്യായോട് അരുൾ ചെയ്തു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുകയായിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും. അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും. അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എന്റെ കയ്യിൽ നിങ്ങൾ. ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ഏതെങ്കിലും ഒരു ജനതയെയോ മതി. 19ാം അധ്യായം കിട്ടുന്നവര് വായിച്ചോളൂ. കർത്താവ് അരുൾ ചെയ്യുന്നു, നീ പോയി കുശവനോട് ഒരു മൺകലം വിലയ്ക്ക് വാങ്ങുക. ജനപ്രമാണികളിൽ നിന്നും പുരോഹിത ശ്രേഷ്ഠരിൽ നിന്നും കുറച്ചുപേരെ കൂട്ടിക്കൊണ്ട് കലക്കഷണ കവാടം കടന്ന് ബെൻഹിന്നോം താഴ്വരയിൽ ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ പ്രഘോഷിക്കുക. നീ പറയണം, യൂദാ രാജാക്കന്മാരെ, ജെറുസലേം നിവാസികളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ ഈ സ്ഥലത്ത് അനർത്ഥം വർഷിക്കുവാൻ പോകുന്നു. കേൾക്കുന്ന ഏതൊരുവന്റെയും ചെവി തരിപ്പിക്കുന്ന അനർത്ഥം. എന്തെന്നാൽ ജനം എന്നെ ഉപേക്ഷിച്ചു, അവർ ഈ സ്ഥലം അശുദ്ധമാക്കി. അവരോ അവരുടെ പിതാക്കന്മാരോ യൂദാ രാജാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവർ ഇവിടെ ധൂപം അർപ്പിച്ചു. ഓക്കെ, പ്രസംഗം തീക്ഷ്ണമായിട്ടുള്ള പ്രസംഗം തുടർന്ന് വരികയാണ്. 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. 10 മുതൽ. ഇത് പറഞ്ഞിട്ട് നിന്റെ കൂടെ പോന്നവർ കാണുകെ കലമുടയ്ക്കുക. എന്നിട്ട് അവരോട് പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഒരിക്കലും കൂട്ടിച്ചേർക്കാനാവാത്ത വിധം കുശവന്റെ കലം തകർന്നതുപോലെ ഈ ജനത്തെയും നഗരത്തെയും ഞാൻ തകർക്കും. സിംബോളിക് ലാംഗ്വേജ് ഇതാണ്. കൊച്ചവന്റെ അടുത്ത് ഒരു കലം മേടിച്ചുകൊണ്ട് വരുന്നു, എന്നിട്ട് ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ടൗണിൽ പോയി നിൽക്കുന്നു. എന്നിട്ട് തീവ്രമായ പ്രസംഗം, ഒറ്റ ഏറാണ് കലം. മനസ്സിലായല്ലോ? സിംബോളിക് ലാംഗ്വേജ്. ഇവര് സംസാരിക്കുമ്പോൾ ഇങ്ങനെ സിമ്പിൾസ് ഉപയോഗിച്ചിരുന്നു. ഹോസിയ എടുത്ത ഹോസിയ 1ാം അധ്യായം തന്നെ. ഹോസിയ 1ാം അധ്യായം. അത് ഇച്ചിരി കഠിനമാണ് കാര്യങ്ങൾ. അതാണ് ആദ്യം കിട്ടുന്നവര് വായിച്ചോളൂ. ഉസിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവർ യൂദായുടെയും യോവാഷിന്റെയും മകൻ ജെറോബോവാം ഇസ്രായേലിന്റെയും രാജാക്കന്മാരായിരുന്ന കാലത്ത് ബേരിയുടെ മകൻ ഹോസിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഹോസിയ വഴി കർത്താവ് നൽകിയ സന്ദേശത്തിന്റെ തുടക്കം. അവിടുന്ന് അരുളി ചെയ്തു, നീ പോയി ഒരു വേശ്യയെ വിവാഹം ചെയ്ത് അവളിൽ നിന്ന് മക്കളെ നേടുക. കാരണം ദേശം കർത്താവിനെ പരിത്യജിച്ച് വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. അവൻ പോയി ദിബ്ലായിമിന്റെ പുത്രിയായ ഗോമറിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് ഹോസിയായോട് പറഞ്ഞു, അവന് ജസ്രയേൽ എന്ന് പേരിടുക. കാരണം ജസ്രയേലിലെ രക്തച്ചൊരിച്ചിലിന് യേഹുവിന്റെ കുടുംബത്തെ താമസമെന്യേ ഞാൻ ശിക്ഷിക്കും. ഇസ്രായേൽ ഭവനത്തിന്റെ രാജ്യത്വം ഞാൻ അവസാനിപ്പിക്കും. അന്ന് ജസ്രയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിന്റെ വില്ല് ഞാൻ ഒടിക്കും. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രിയെ പ്രസവിച്ചു. കർത്താവ് ഹോസിയായോട് അരുൾ ചെയ്തു, നീ അവൾക്ക് കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിടുക.
മതി 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 കാരണം മതി. ഇപ്പൊ ഹോസിയയുടെ പ്രസംഗം പോകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നല്ല ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് ഒരു വേശ്യയെ പോയി കല്യാണം കഴിച്ചിട്ട് അവിടെ നിന്ന് മക്കളെ ജനിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഇത് വർഷങ്ങളുടെ പരിപാടിയാണ് കേട്ടോ. ഇതാണ് പ്രസംഗം. പ്രവാചകന്മാർ സംസാരിച്ചിരുന്ന ഭാഷ പ്രതീകാത്മക ഭാഷയാണ്. ചുമ്മാ ഇങ്ങനെ മൈക്ക് കേട്ടി പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് മാത്രമല്ല പ്രവചനം. അങ്ങനെ പല സമയങ്ങളും ഉണ്ട്. പക്ഷേ സിംബോളിക് ലാംഗ്വേജ് പല പ്രാവശ്യവും ഇങ്ങനെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അത് കണ്ടാലേ അറിയത്തുള്ളൂ ഇവർ പ്രസംഗിക്കുമ്പോൾ. ചിലപ്പോൾ നഗ്നപാതരായിട്ട് നടന്നു പോവുക, ചിലപ്പോൾ വെറുതെ പുറത്തിരിഞ്ഞു കിടക്കുക, ചിലപ്പോൾ ഈ പുറത്ത് താമസിച്ചുകൊണ്ട് പട്ടിണി കുറേശ്ശെ വെള്ളം അളന്ന് കുടിക്കുക. ഇങ്ങനെയൊക്കെ ഒത്തിരി സിംബോളിക് ലാംഗ്വേജിലൂടെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ഇവിടെയും നമുക്ക് ഈ സ്റ്റോറിയിലും ഈ കൊമ്പുകൊണ്ട് നീ തോപ്പിക്കുന്ന പറയുന്നതിനകത്തുണ്ട്. അടുത്തത് 8ാമത്തെ പോയിന്റ്. ഈ പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കുന്നുണ്ട് ഞാൻ കരുതുന്നു കേട്ടോ, പുസ്തകം ഇല്ലാത്തവർക്ക്. 8ാമത്തെ പോയിന്റ്, കർത്താവ് കൽപ്പിക്കുന്നത് മാത്രമാണ് ഇസ്രായേലിലെ സത്യപ്രവാചകൻ പറയേണ്ടിയിരുന്നത്. കർത്താവ് കൽപ്പിക്കുന്നത് മാത്രമേ സത്യപ്രവാചകന്മാർ പറയാൻ പാടുള്ളൂ. 14ാം വാക്യത്തിലുണ്ട് 22ാം അധ്യായത്തിന്റെ ഈ നമ്മുടെ മിക്കായ പറയുന്നത് കർത്താവ് പറയുന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ എന്ന് പറയുന്ന പ്രസ്താവന. കർത്താവിന്റെ വചനം ശ്രവിക്കാൻ കഴിയാതെ ഹൃദയം കടുത്തു പോയവരുടെ അവരുടെ നാശത്തിനുള്ള വചനം പോലും പ്രവാചകന്മാർ പറഞ്ഞിരുന്നു. നിയമാവർത്തനം 18:18 വായിച്ച്. 18:18 നിയമാവർത്തനം. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. നിർവചനത്തിലുണ്ട്. അതായത് ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവം പറയുന്ന വ്യക്തികളോട് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ സംസാരിക്കേണ്ടവനാണ് പ്രവാചകൻ. ദൈവം ഹോസിയയുടെ കല്യാണം കഴിക്കാൻ പറഞ്ഞു, കല്യാണം കഴിച്ചാണ് സംസാരിക്കേണ്ടത്. കല്യാണത്തിന് പ്രസംഗമൊന്നുമില്ല, മനസ്സിലായല്ലോ. കൊച്ചിന് പേരിടുമ്പോഴാണ് ലോ റുഹാമ എന്ന് പറഞ്ഞാൽ നീ എന്റെ ജനമല്ല എന്ന് പറയുന്നതാണ് പ്രസംഗം. അപ്പോ ദൈവം പറയുന്നത് കാര്യങ്ങൾ ദൈവം പറയുന്ന വിധത്തിൽ വേണം സംസാരിക്കാനായിട്ട്. ഇങ്ങനെ സംസാരിക്കുന്ന പ്രവാചകനാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 9ാമത്തെ പോയിന്റ്, പ്രവാചകന്മാർക്ക് വചനം ലഭിച്ചിരുന്നത് പലപ്പോഴും ദർശനങ്ങളിലൂടെയാണ്. ഇവർക്ക് ദർശനങ്ങളിലൂടെയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവർക്ക് ഭാവി അറിയാമായിരുന്നു. ദർശനങ്ങളിലൂടെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് സംഖ്യയുടെ പുസ്തകം 12ാം അധ്യായം 1 മുതൽ 8 വരെ വായിക്കാം. സംഖ്യ 12, 1 മുതൽ 8 വരെ. 12. ഞാൻ വായിക്കാച്ച. മീരിയാം ശിക്ഷിക്കപ്പെടുന്നു. മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മീരിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്, ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. കർത്താവ് ഉടനെ തന്നെ മോശയോടും അഹറോനോടും മീരിയാമിനോടും പറഞ്ഞു, നിങ്ങൾ മൂവരും പുറത്ത് സമാഗമ കൂടാരത്തിലേക്ക് വരുവിൻ. അവർ വെളിയിൽ വന്നു. കർത്താവ് മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്ന് സമാഗമ കൂടാരവാതിക്കൽ നിന്നിട്ട് അഹറോനോടും മീരിയാമിനെയും വിളിച്ചു. അവർ മുന്നോട്ട് ചെന്നു. അവിടുന്ന് അരുളി ചെയ്തു, എന്റെ വചനം ശ്രവിക്കുക. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനങ്ങളിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. എന്റെ ദാസനായ മോശയുടെ കാര്യം. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ഞാന് ദർശനത്തിലൂടെ വായിച്ചത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. സ്വപ്നത്തിൽ അവനോട് സംസാരിക്കും. അപ്പൊ പ്രവാചകനോട് ദൈവം ഇങ്ങനെ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ ജെറമ്യായുടെ പുസ്തകം വായിച്ച തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാം, വടക്കുന്ന് ചെരിഞ്ഞു ഒഴുകുന്ന ഒരു പാത്രം എന്ന് പറഞ്ഞാല് ഒരു തിളച്ച പാത്രം ഇങ്ങോട്ട് നമ്മുടെ മേത്തോട്ട് മറിയുകയാണെങ്കിൽ ജെറമ്യ അങ്ങനെ ഒരു ദർശനം കണ്ടു. അതോടുകൂടി ജെറമ്യയ്ക്ക് ഉറപ്പായി ബാബിലോണിന് വടക്കമുള്ളത്, ബാബിലോൺ ഇങ്ങോട്ട് കവന്നൊഴുകും എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ദർശനത്തിലൂടെയാണ് സംസാരിക്കുക. ദർശനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ആമോസിന്റെ പുസ്തകം 7ാം അധ്യായത്തിൽ അത് വിവരിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. വേണ്ടവർക്ക് കേട്ടോ ഉദാഹരണം വേണമെങ്കിൽ ആമോസിന്റെ 7ാം അധ്യായത്തിൽ ദർശനങ്ങൾ എന്ന് പറഞ്ഞ ഭാഗം കിടപ്പുണ്ട്. വേണമെങ്കിൽ ഒരു അല്പം വായിച്ചോളൂ.
നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് വായിച്ചു പോകുന്നത്. ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി. രാജവിഹിതമായ പുല്ല് അരിഞ്ഞതിന് ശേഷം അത് വീണ്ടും മുളച്ചു തുടങ്ങിയപ്പോൾ അവിടുന്ന് ഇതാ വെട്ടുകിളിപ്പറ്റത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. അവ നാട്ടിലുള്ള പുല്ലെല്ലാം തിന്നൊടുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, മാപ്പ് നൽകുക, ഞാൻ യാചിക്കുന്നു. യാക്കോബിന് എങ്ങനെ നിലനിൽക്കാനാവും? അവൻ തീരെ ചെറിയവനല്ലേ. കർത്താവ് അതിനെക്കുറിച്ച് അനുതപിച്ചു. ഒരിക്കലും അത് സംഭവിക്കുകയില്ലെന്ന് അവിടുന്ന് അരുൾ ചെയ്തു. ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി. ഇതാ അവിടുന്ന് അഗ്നി അയച്ച് ശിക്ഷിക്കുവാൻ ഒരുങ്ങുന്നു. അഗ്നി അഗാധങ്ങളെ വിഴുങ്ങിയിട്ട് ഭൂമിയെ ദഹിപ്പിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, മതിയാക്കുക. ദൈവമായ കർത്താവ് ഇങ്ങനെ ആമോസിന് ദർശനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദർശനങ്ങൾ കൊടുക്കുമ്പോൾ ഭയങ്കര ശിക്ഷയാണ് വരുന്നത്. ഉടനെ ആമോസ് കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് ഇങ്ങനെ ചെയ്തു. ഉടനെ കർത്താവ് ചിന്ത മാറ്റി എന്നാണ് പറയുന്നത്. ദർശനം ഉണ്ടാകുമ്പോൾ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണ് ദൈവം തന്റെ പ്രവാചകൻ ദർശനങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ മിക്കായായിക്കും ഇങ്ങനെ ഒരു ദർശനമുണ്ട്. മിക്കായ പറയുന്നല്ലോ, ദൈവം ഇസ്രായേൽ ജനം ഇടയിലില്ലാത്ത ആളുകളെ പോലെ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് ദർശനമാണ്. പുള്ളി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ആളുകൾ യുദ്ധത്തിന് പോയിട്ട് ചതറിപ്പോയത് പുള്ളി കണ്ടു. അതാണ് കാര്യം. അപ്പോൾ യുദ്ധത്തിന് പോയി പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത് മിക്കായക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈ മിക്കായ ഈ നമ്മൾ വായിച്ച വചന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് കേട്ടോ. 10ാമത്തെ പോയിന്റ്, ഒരു പ്രവാചകന് തന്റെ വചനത്തിന്റെ ആധികാരികത മനസ്സിലാക്കിയത് അദ്ദേഹം ദൈവത്തിന്റെ ആലോചന സഭയിൽ പങ്കെടുക്കാൻ വിളിക്കപ്പെടുകയും അവിടെ വെച്ച് അദ്ദേഹം ദൈവത്തിന്റെ തീരുമാനം ശ്രവിക്കുകയും ചെയ്തത് എന്നതിനാലാണ്. ഒരു പ്രവാചകൻ എങ്ങനെയാണ് ആധികാരികമായിട്ട് ദൈവത്തിന്റെ വചനം സംസാരിക്കുക എന്ന് ചോദിച്ചാൽ, പല പ്രവാചകന്മാരും ഇങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പോയി നിന്നിരുന്നു. നിങ്ങൾക്കൊരു ഉദാഹരണമായിട്ട് മനസ്സിലാക്കാനായിട്ട് എളുപ്പം ഏശയ്യായുടെ നമുക്ക് സുപരിചിതമായ 6ാം അധ്യായമാണ്. ഏശയ്യായുടെ 6ാം അധ്യായം എടുത്ത് നമുക്ക് ഇച്ചിരി വായിച്ചു പോകാം. കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ അതാണ് എളുപ്പം. ഏശയ്യ 6 നമ്മൾ ഈ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്ന ഭാഗമാണ്. അതിന്റെ 2ാം ഭാഗത്തേക്ക് എത്തുമ്പോൾ അത് ക്ലിയർ ചെയ്യും. ഏശയ്യ 6 വായിച്ചോളൂ. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഓക്കെ, പ്രവാചകൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ നിന്നു, ദർശനമുണ്ടായി, ദൈവം കണ്ടു, ദൈവം തൊട്ട് ശുദ്ധി നൽകി. എന്നിട്ട് ദൈവം ചോദിക്കണം, ആരെന്നെ ഞാൻ അയക്കുന്നത്? ഉടനെ ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇനി പ്രവാചകൻ ഇവിടെ എന്ന് പറയുന്നതൊക്കെ വളരെ ആധികാരികമായിരിക്കും. ഇങ്ങനെ പ്രവാചകന്മാർക്ക് തങ്ങൾ ദൈവസ്ഥാനത്ത് നിന്നു എന്നും അതുകൊണ്ട് അവിടുന്ന് ദൈവം പറഞ്ഞ വചനമാണ് പറയുന്നതും കൃത്യമായ ധാരണയുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിന് ആമോസിന്റെ പുസ്തകം തുടക്കം മുതൽ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അവിടെ ഈ ഒരു ദൈവമായ കർത്താവ് സംസാരിക്കുന്നത് നേരിട്ട് കേട്ടതു എന്നവർ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ കേട്ടതുകൊണ്ടാണ് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിക്കുന്നത്. ആമോസിന്റെ 1ാം അധ്യായം ആദ്യത്തെ പാരഗ്രാഫ് ഒഴിവാക്കാം, 3ാമത്തെ വാക്യം മുതൽ വായിക്കുക.
വായിക്കണ്ട, ഞാൻ പറയാം, എടുത്തു വെച്ചാൽ മതി ബൈബിള് നിങ്ങളുടെ മുമ്പിൽ, എന്നുവെച്ചാൽ പറഞ്ഞു പോകാം. അതുകൊണ്ടാണ് അത് അത്രയും നമുക്ക് വായന വേണമെങ്കിൽ ഒരല്പം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആ സിസ്റ്റം അടുക്കുന്നതായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, മനസ്സിലായല്ലോ, ദമാസ്കസ് ആവർത്തനം ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവർ ഗിലെയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചു. ആകയാൽ ഞാൻ ഹസായേലിന്റെ ഭവനത്തിനുള്ള അഗ്നി അയക്കും. ബെൻഹദാദിന്റെ ശക്തിദുർഗങ്ങളെ ഞാൻ വിഴുങ്ങിക്കളയും. ദമാസ്കസിന്റെ ഓടാമ്പൽ ഞാൻ ഒടിക്കും. ഇത് പറയുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. Thus says the Lord എന്ന് ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട്. ഇത് പഴയ മെസ്സഞ്ചർ ഫോർമുലയാണ്. എന്ന് പറഞ്ഞാല് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 12 മുതൽ 16 വരെ വായിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 11, 12 മുതൽ 16 വരെ. അതെന്താണ് ആ ഫോർമുല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുകയും. ന്യായാധിപന്മാർ 11. വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കടാക്ഷിച്ചു കൊണ്ടിരുന്നു. അല്ലല്ലോ, അതല്ല, ഞാൻ സോറി തെറ്റിപ്പോയത്. ഗിലെയോദുകാരനായ എന്നുള്ള തുടങ്ങുന്നല്ലേ. ഗിലെയാദുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു. പക്ഷെ അവൻ അതിന്റെ 12 മുതൽ വായിച്ചാൽ മതി, നമുക്ക് സമയം കുറവാണ്. ജഫ്ത ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോട് ചോദിച്ചു, എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? അമ്മോന്യ രാജാവ് ജഫ്തയുടെ ദൂതന്മാരോട് പറഞ്ഞു, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൺ മുതൽ യാബോക്കും ജോർദാനും വരെയുള്ള എന്റെ സ്ഥലം കൈവശപ്പെടുത്തി. അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരിച്ചു കിട്ടണം. ജഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോട് പറഞ്ഞു, ജഫ്ത ഇങ്ങനെ അറിയിച്ചിരിക്കുന്നു, മൊബാബ്യരുടെയോ അമ്മോന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കി. ആ സെന്റൻസ് നിങ്ങൾ കണ്ടോ? ജഫ്ത ദൂതന്മാരെ അയച്ചിട്ട് അമ്മോന്യരോട് പറയുകയാണ്, ജഫ്ത ഇങ്ങനെ അരുളി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇനി ഈ ജഫ്ത പറയുന്നത് പോലെ അങ്ങ് തട്ട് കാണുന്നു കേട്ടോ. ജഫ്ത ഇങ്ങനെ അരുളി ചെയ്തു, മൊവാബ്യരുടെയും അമ്മോന്യരുടെയും ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല, അവർ ഇസ്രായേൽ ദേശം വഴി ചന്ദ്രരുടെയും എത്തി. എന്നിട്ട് ഇങ്ങനെയാണ്, അപ്പൊ ദൈവം പറയുകയാണ്, ഞാൻ ഇസ്രായേലിനെ നശിപ്പിക്കും എന്ന് പറയുകയാണ്. പ്രവാചകൻ അത് കേട്ടു. പ്രവാചകൻ ഇവിടെ വന്നിട്ട് നേരെ മെസ്സഞ്ചർ ഫോർമുല എന്ന് പറയും, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ നശിപ്പിക്കും. ഇങ്ങനെയാണ് അവർ പറയുക. ഇതാണ് ആമോസിന്റെ പുസ്തകം തുടക്കത്തിൽ നമ്മൾ കണ്ടത്. കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നമ്മളിവിടെ വാസ്തവത്തിൽ കർത്താവ് അരുളി ചെയ്തു എന്നാണ് ഹീബ്രു. കോ അമാർ അദോണായി എന്നാണ് ഹീബ്രു. പറഞ്ഞാൽ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു എന്ന് പറഞ്ഞിട്ട് നേരെ ഡയലോഗ് എന്ന് പറയുന്നത്. ഇതിനെ മെസ്സഞ്ചർ ഫോർമുല എന്ന് പറയും. നിങ്ങൾ ആമോസിന്റെ പുസ്തകം മുമ്പിൽ തുറന്നിരിപ്പുണ്ടെങ്കിൽ 1-ാം അധ്യായം 3-ാം വാക്യം, 6-ാം വാക്യം, 9-ാം വാക്യം, 11-ാം വാക്യം, ഇങ്ങനെ തുടർച്ചയായിട്ട് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോകുന്നതാണ്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ എല്ലാ പ്രസംഗങ്ങളും ആരംഭിക്കുന്നത്, അതായത് മേജർ പാർട്ട് ആരംഭിക്കുന്നത് ഇങ്ങനെ കർത്താവ് അരുളി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഹിയർ ഓ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതും ഒരേ സാധനം തന്നെയാണ്, മെസ്സഞ്ചർ ഫോർമുലയാണ്. ഇസ്രായേലെ കേൾക്കുക, ഞാൻ നിങ്ങളെ ശിക്ഷിക്കും, ഇങ്ങനെയാണ് പറയുക. കാരണം പ്രവാചകന്മാർ സംസാരിക്കുന്നത് ദൈവത്തിന്റെ അധികാരത്തോടു കൂടിയാണ്. ദൈവം പറയുന്നവർ കേട്ടു, അവർക്ക് വിശ്വാസമാണ്, അത് നേരെ വന്നങ്ങ് പറയുന്നു. അതാണ് അതിന്റെ ഫോഴ്സ്. അടുത്ത പോയിന്റ് 11 ഞാൻ കരുതുകയാണ്, അല്ലേ? 11 അല്ല 12. 12-ാമത്തെ പോയിന്റ്, ഭാവിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ തീരുമാനം സ്വർഗീയ സഭയിലോ മറ്റെവിടെങ്കിലോ വെച്ച് ശ്രവിച്ചതിനാലാണ് പ്രവാചകന് ഭാവിയെ കുറിച്ച് അറിയാൻ കഴിയുമായിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലുള്ളതാണ്. ഈ ദർശനം കണ്ടതുകൊണ്ട്, ഉദാഹരണം പറഞ്ഞ ജെറമ്യയുടെ പുസ്തകത്തില് ജെറമ്യ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ദർശനം ഉണ്ടായി. നിങ്ങൾക്ക് ജെറമ്യ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, വളരെ ഷോർട്ടായിട്ടൊരു ഫിലിം, ഇംഗ്ലീഷ്. അതെടുത്ത് വെച്ച് കണ്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവും. ജെറമ്യ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദർശനം ഉണ്ടായി കാണുന്നത് ദേവാലയം ഇങ്ങനെ കത്തി അങ്ങ് പോകുന്നതാണ്. അപ്പൊ ജെറമ്യയ്ക്ക് മനസ്സിലായി ദേവാലയം നശിച്ചു പോകും. അങ്ങനെ ദർശനങ്ങളിലൂടെയാണ് മനസ്സിലായിരുന്നത്. നിങ്ങൾക്ക് ജെറമ്യ 1-ാം അധ്യായം 11 മുതൽ 16 വരെ വായിക്കുക. 1, 11 മുതൽ 16 വരെ. അതുകൊണ്ട് ഭാവി അവർക്ക് അറിയാമായിരുന്നു. കർത്താവ് എന്നോട് ചോദിച്ചു, ജെറമിയ, നീ എന്ത് കാണുന്നു? ജാഗ്രതാ വൃക്ഷത്തിന്റെ ഒരു ശാഖ. ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ കണ്ടത് ശരി.
നിന്റെ വചനം നിവർത്തിക്കുവാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. കർത്താവ് വീണ്ടും എന്നോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, തിളയ്ക്കുന്ന ഒരു പാത്രം വടക്ക് നിന്ന് ചരിയുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ കർത്താവ് അരുൾ ചെയ്തു, ഈ ദേശത്ത് വസിക്കുന്നവരെ മുഴുവൻ ഗ്രസിക്കുന്ന ദുരന്തം വടക്ക് നിന്ന് തിളച്ചൊഴുകും. ഉത്തരദിക്കിലെ സകല രാജവംശങ്ങളെയും ഞാൻ വിളിച്ചു വരുത്തുമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. അവർ ഓരോരുത്തരും വന്ന് തങ്ങളുടെ സിംഹാസനം ജെറുസലേമിന്റെ പ്രവേശന കവാടങ്ങളിലും ചുറ്റുമുള്ള മതിലുകളുടെ മുൻപിലും യൂദായുടെ നഗരങ്ങൾക്ക് മുൻപിലും സ്ഥാപിക്കും. ഓക്കെ, മതി. ജെറമ്യാ നോക്കുമ്പോൾ, ജെറമ്യാ നീ എന്ത് കാണുന്നു? വടക്ക് നിന്ന് തിളച്ച ഒരു പാത്രം കൊണ്ട് മറിയാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് തലയിലോട്ട് വീഴാൻ പോവുകയാണ്. ഇങ്ങനെ കണ്ട ജെറമ്യായ്ക്ക് ഉറപ്പാണ് ബാബിലോൺ ഇങ്ങോട്ട് വരും എന്നുള്ളത്. അപ്പോ പിന്നെ ഉറച്ചങ്ങ് പ്രസംഗിക്കാം. അതുകൊണ്ട് വളരെ കർശനമായിട്ടുള്ള ഭാഷയിലാണ് പ്രവാചകന്മാർ സംസാരിച്ചിരുന്നത്. അങ്ങനെ സംസാരിക്കണമെങ്കിൽ വാസ്തവത്തിൽ കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ദൈവം അങ്ങനെ ദർശനം കൊടുക്കുമായിരുന്നു, അവർ സംസാരിക്കുമായിരുന്നു. അതാണ്. അതുകൊണ്ട് ഭാവി എന്താണെന്ന് അവർക്ക് അറിയാൻ കഴിയുമായിരുന്നു, ദർശനം കിട്ടുന്നവരുന്നുണ്ട്. 13ാമത്തെ പോയിന്റ്, ഒരാൾ സത്യപ്രവാചകനാകുന്നത് അയാൾ സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിറവേറാൻമ്പോൾ മാത്രമാണ്. അതിന് നിങ്ങൾ ഈ പ്രവാചകന്മാർ ജീവിച്ചിരുന്ന കാലത്ത് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഈ ജീവിച്ചിരുന്ന കാലത്ത് ഒത്തിരി കള്ളപ്രവാചകന്മാരുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോളൂ. കാരണം ഇതൊരു ജീവിതശൈലിയായിരുന്നു. അപ്പോ കള്ളപ്രവാചകന്മാരുള്ളത് കൊണ്ട് നല്ലതേതാ മോശം ഏതാന്ന് ജനത്തിന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് പ്രവാചകൻ മരിച്ചു കഴിയുമ്പോഴാണ് ഇയാൾ നല്ലതാണോ മോശമാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രവാചകന്മാർ മരിച്ചതിന് ശേഷം മാത്രമാണ് അവരുടെ പ്രസംഗങ്ങൾ എഴുതി വെച്ചത്. അതിനു മുമ്പ് അത് എഴുതാൻ മാർഗം ഉണ്ടായിരുന്നില്ല, അറിയത്തില്ല ആരാണ്. അപ്പൊ അങ്ങനെ എഴുതി വെക്കുമ്പോ ഈ കിട്ടുന്ന പ്രസംഗങ്ങളാണ് എഴുതി. നിങ്ങളിപ്പോ ദുബായ്ക്കാരാണ് തോന്നുന്നല്ലേ? എവിടെയാ? ദുബായിലാണോ? എവിടെയാ നിങ്ങൾ? എവിടെയുള്ളവരാ? പല നാട്ടുകാരുണ്ടെന്ന് തോന്നുന്നു. അല്ല, മജോറിറ്റി എവിടെയുള്ളവരാണ്? കേരളക്കാരാണോ? അവിടെ താമസിക്കുന്നവരാണെന്ന് ചോദിച്ചത്. ദുബായിക്കാരുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ധാരണ കിട്ടിയതുകൊണ്ടാണ് കേട്ടോ. എവിടെയായാലും നിങ്ങളുടെ പള്ളിയിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് വന്ന ഏതെങ്കിലും ഒരു ചീഫ് ഗസ്റ്റിനെ വിചാരിക്കുക. ഒന്നെങ്കിൽ നിങ്ങളുടെ ബിഷപ്പോ ആർച്ച് ബിഷപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഒരാള്. ഇയാൾ പല പ്രാവശ്യം ഒന്ന് പ്രസംഗിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രസംഗങ്ങൾ കളക്ട് ചെയ്ത് വെക്കാൻ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇയാൾ പോയി നിങ്ങളത് കളക്ട് ചെയ്തിട്ട് എഴുതി വെക്കാൻ നോക്കുകയാണെങ്കിൽ ഓരോ പ്രസംഗത്തിന് ചെറിയൊരു സമ്മറി മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ, ഓർ മെമ്മറിയിൽ നിന്ന് വരുന്നത്. അങ്ങനെ പ്രവാചകന്മാര് മരിച്ചതിന് ശേഷം മെമ്മറിയിൽ നിന്ന് കളക്ട് ചെയ്ത അവരുടെ ഓരോ പ്രസംഗങ്ങളാണ് നിങ്ങൾക്ക് ഈ ബൈബിളിൽ ഓരോ പാരഗ്രാഫായിട്ട് കിടക്കുന്നത്. ഒരു ക്രമവും കാണിയില്ല. അപ്പൊ അതായത് ഇപ്പൊ മേജർ ബിഷപ്പിനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം 2010 വന്നപ്പോൾ ഒരു പ്രസംഗം പറഞ്ഞിട്ടുണ്ട്, 2023 വന്ന ഒരു പ്രസംഗം. അപ്പൊ ചിലപ്പോ ആദ്യം എഴുതുന്നത് 23 പ്രസംഗമായിരിക്കും, പിന്നെ 16 പ്രസംഗമായിരിക്കും, പിന്നെ 10 പ്രസംഗമായിരിക്കും. ഇങ്ങനെ ഒരു ഓർഡറും ഇല്ലാതെയാണ് ഈ പ്രവാചക ഗ്രന്ഥങ്ങൾ കിടക്കുന്നത്. കാരണം എത്രയേ ഉള്ളൂ, ഇവർക്ക് കളക്ഷൻ കിട്ടിയതനുസരിച്ച് അവർ എഴുതി പോയതാണ്. അതുകൊണ്ട് പ്രവാചക ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടിയതാണ്. കാരണം ഇത് മരിച്ചതിന് ശേഷം എഴുതിയതാണ്. മരിക്കുന്നത് വരെ അവർക്ക് അറിയത്തില്ല, അതാണ് കാര്യം. അതുകൊണ്ട് നിറവേറുമ്പോൾ മാത്രമാണ് ഒരാൾ യഥാർത്ഥ പ്രവാചകനാണോ എന്ന് ജനത്തിന് മനസ്സിലായിരുന്നത്. അത് നിങ്ങൾക്ക് 2 ടെക്സ്റ്റുകൾ വായിക്കാം. നിയമാവർത്തനം 18:22 വായിച്ച 18:22 നമ്മളൊന്ന് വായിച്ചെന്ന് തോന്നുന്നത് കേട്ടോ. നിയമാവർത്തനം 18:22. ഒരു പ്രവാചകൻ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതല്ല. ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതാണ്. നീ അവനെ ഭയപ്പെടേണ്ട. ഇതാണ് നിയമം. ഒരു പ്രവാചകൻ സംസാരിക്കുന്നത് നടക്കാത്തൊരു കാര്യമാണെങ്കിൽ അയാളെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെ ഒത്തിരി കള്ളവന്മാരുമായി ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. പ്രവാചകനാന്ന് പറയും, പക്ഷെ ഒന്നും കാണുകയില്ല. അതൊക്കെ സൂക്ഷിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രഭാവം അനുസരിച്ച് നടന്നാൽ നിങ്ങൾക്ക് കിട്ടും അതിന്റെ ഗുണം. മനസ്സിലായല്ലോ? ഇല്ലെങ്കിൽ വഞ്ചിക്കപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാണ്. ഇങ്ങനെ ചതിക്കുന്ന ആൾക്കാരെ കുറച്ച് പോലെ ഉണ്ടല്ലോ. അപ്പോ സംഭവിക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് അയാൾ സത്യപ്രവാചകനായിട്ട് മാറുന്നത്. 14ാമത്തെ പോയിന്റ് കേട്ടോ. സത്യപ്രവാചകന്മാരോടൊപ്പം വ്യാജ പ്രവാചകന്മാരും നാട്ടിലുണ്ടായിരുന്നു. വളരെ ആകർഷകമായി സന്ദേശം നൽകാൻ അവർക്ക് കഴിയുകയും ചെയ്യുമായിരുന്നു. വളരെ ഫ്ലവറി ലാംഗ്വേജ് പറയാനൊക്കെ കഴിയുന്നവർ ഇന്നുമുണ്ട്.
നിങ്ങളിപ്പോ ഈ ചിലപ്പോ ചില ധ്യാനക്കാരില്ലേ ഭയങ്കരമായിട്ടൊക്കെ കാണിക്കും, പക്ഷെ ഈ ടൈപ്പ് ആയിരിക്കും ചിലപ്പോ. അപ്പൊ ജെറമ്യ 28 എന്ന് വെച്ച് 28 നമ്മൾ വായിച്ചിരുന്നത് അല്ലേ? 28 വായിച്ചിരുന്നു അല്ലേ? വായിച്ചേ 28 വായിച്ചേ. അല്ല 18. ഈ ഹനനിയായും ജെറമിയായും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. അവിടെ ജെറമിയ തന്റെ കഴുത്തിൽ ഒരു നുകം വെച്ചോണ്ട് വരുന്നു. കർത്താവ് പറഞ്ഞു നുകം വെച്ച് കിട്ടുക എന്നിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോ ഈ രാജസദസ്സിലോട്ട് കഴുത്തെ വലിയൊരു നുകവുമായിട്ട് ജെറമിയ ചെല്ലുന്നു. ഉടനെ ഹനനിയ വന്നിട്ട് ഇത് തല്ലി പൊളിച്ചു കളയുന്നു. വളരെ ഡ്രാമാറ്റിക് പ്രസന്റേഷൻസ് ആണ്. ഉടനെ ജെറമിയ പിറ്റേ ദിവസം ഇരുമ്പിന്റെ ഒരു സാധനം വെച്ചോണ്ട് കൊണ്ടുവരുന്നു. അപ്പൊ ഇങ്ങനെ മറ്റേ പുള്ളി ഈ ബാബിലോണിന്റെ മുഖം ഞാൻ ഇതുപോലെ മുറിച്ചു കളയെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ജനം ശരി സന്തോഷമായി ജനം, കാരണം അവരുടെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ പറയുന്നത്. ഇങ്ങനെ വ്യാജപ്രവാചകനെ തുല്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഇസ്രായേൽ ജീവിച്ചിരുന്നതെന്ന് ഓർക്കണം. അപ്പൊ അവർക്ക് ഇത് തിരിച്ചറിയാനായിട്ടുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൂർത്തിയായാൽ മാത്രമേ പ്രവാചകനെ സ്വീകരിക്കേണ്ടതുള്ളൂ എന്നും പറഞ്ഞിരുന്നത്. അടുത്തത് 15ാമത്തെ പോയിന്റ് ആണ്. സത്യപ്രവാചകന്മാർ ചില അവസരങ്ങൾ മറ്റു പ്രവാചകന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ മിക്കായെ പിടിച്ച് ജയിലിലിടുന്നത്. ജെറമിയായെ പിടിച്ച് ജയിലിടുന്നുണ്ട്. ജെറൂസലത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ ജെറൂസലത്ത് ആ ടവറിന്റെ പുറകെ വെച്ചത് ഡമാസ്കസ് ഗേറ്റ് എന്നാണ്, അല്ല കിഴക്കുള്ള ഗേറ്റിന്റെ പുറത്ത് ഒരു കിണറുണ്ട്. ഈ കിണറിനകത്ത് ജെറമിയ കെട്ടി താത്തിയിട്ടിരുന്നതാണ് ചെളിക്കകത്ത്. ജെറമിയ എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ ഇങ്ങനെ ചെളിക്കകത്ത് ഇറക്കുന്നത് കാണാം. പക്ഷെ ആ കിണർ അവിടെ ജെറൂസലത്തുണ്ട്. അപ്പോ പീഡനം സ്വാഭാവികമായിരുന്നു, കാരണം മറ്റവരുടെ കൂടെ അല്ലല്ലോ നിൽക്കുന്നത്, ഇവര് വേറെ നിൽക്കുകയാണ്. പിന്നെ ജനം കേൾക്കാൻ 16ാമത്തെ പോയിന്റ് കേട്ടോ. 16ാമത്തെ പോയിന്റ്, കേൾക്കാൻ സന്നദ്ധരായിരുന്നില്ലെങ്കിൽ പോലും പ്രവാചകന്മാർ ദൈവവചനം സംസാരിക്കേണ്ടിയിരുന്നു. ഇപ്പൊ മിക്കായ വന്നിട്ട് രാജാവിനത് കേൾക്കാൻ ഇഷ്ടമില്ലെന്ന് പുള്ളിക്കറിയാം. കൂടെ വിളിച്ചുകൊണ്ട് വന്ന പട്ടാളക്കാരൻ പറഞ്ഞിട്ടുണ്ട് നീ ഇഷ്ടത്തോടെ സംസാരിച്ചാൽ മതി ആന്നും പറഞ്ഞ് അവിടെ ചെന്നെങ്കിലും മിക്കായ അതങ്ങ് സംസാരിച്ചു. അപ്പോ അതുകൊണ്ട് നമുക്ക് എസെക്കിയേല് 3-ാം അധ്യായം 16 മുതൽ 21 വരെ വായിച്ചാൽ അതിന് മറ്റൊരു ഉദാഹരണം കിട്ടും. എസെക്കിയേൽ 3, 16-21. മറ്റൊരു ഉദാഹരണം തുറന്നോളൂ. എസെക്കിയേൽ 14. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജെറമിയ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുള്ള ഒരു പുരോഹിതനായിരുന്നു. ആദ്യമായിട്ട് പുത്തൻ കുർബാനയെല്ലാം പോയതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബലിയർപ്പിക്കാൻ ചെയ്ത് ദേവാലയത്തിൽ പോയതാണ്. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ദൈവത്തിന്റെ പ്രചോദനം ഉണ്ടാകുന്നത്. ദേവാലയത്തിൽ നിന്നുകൊണ്ട് പുള്ളി പ്രസംഗിക്കുകയാണ്. ജെറമിയായുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ 26-ാം അധ്യായത്തിൽ ഈ പ്രസംഗം ഒരേ പ്രസംഗം കിടപ്പുണ്ട്. ഈ പ്രസംഗം അങ്ങോട്ട് പ്രസംഗിച്ച് കത്തിക്കേറി ഈ ദേവാലയം നശിപ്പിച്ചു കളയുമെന്ന് അങ്ങോട്ട് പ്രസംഗിച്ചു. അതോടുകൂടി പുള്ളിക്ക് ബലിയർപ്പിക്കാനുള്ള പെർമിഷൻ അവസാനിച്ചു. ഒരിക്കലും ബലിയർപ്പിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ സത്യപ്രവാചകന്മാരിങ്ങനെ നേരെ അങ്ങോട്ട് സത്യം സംസാരിക്കേണ്ടിയിരുന്നു, ഭാവി നോക്കാതെ. ജെറമിയ അങ്ങനെ സംസാരിച്ച് ജോലി പോയ ആളാണ്. എസെക്കിയേൽ 3, 16-21. 3:16-21. ജനതകളുടെ രാജാക്കന്മാർ എവിടെ? അതല്ല, ശരിയല്ല, ഞാനത് ബാറൂക്ക് അറിയാതെ തിരിച്ച് എടുത്തു വെച്ചതാ. 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എന്റെ താക്കീത് അവരെ അറിയിക്കണം. തീർച്ചയായും നീ മരിക്കും എന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അവന്റെ ദുഷിച്ച വഴിയെ പ്രതി നീ താക്കീത് ചെയ്യാതിരുന്നതിനാൽ ആ ദുഷ്ടൻ അവന്റെ പാപത്തിൽ മരിക്കും. അവന്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ അവൻ തന്റെ പാപത്തിൽ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും. നീതിമാൻ തന്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും, അവൻ മരിക്കും. നീ അവനെ ശാസിക്കാതിരുന്നാൽ അവൻ തന്റെ പാപം നിമിത്തം മരിക്കും. അവൻ അതായത് ദൈവം കൊടുക്കുന്ന വചനം പോയി പറയാൻ എന്തുകൊണ്ടും പുള്ളിക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് പറഞ്ഞേ പറ്റൂ. സത്യപ്രവാചകന്മാർ അങ്ങനെ പറഞ്ഞു കടന്നു പോകുന്നവരാണ്. അപ്പൊ അവർക്ക് കൃത്യമായ ധാരണയുണ്ട് ദൈവവചനം എന്താണെന്ന്. ജനം സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ ഗതിയിൽ എല്ലാ ചരിത്രത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ആളുകൾക്ക്, അത് പ്രവാചകനായാലും പുരോഹിതനായാലും എല്ലാം, ജനത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ടൊരു താല്പര്യമാണ് പൊതുവെ ഉണ്ടായിരിക്കുക. അത് ഒരു പൊതു ട്രെൻഡാണ്.
എന്നാൽ പ്രവാചകൻ അങ്ങനെ ആയിരിക്കണമെന്നില്ല. പ്രവാചകൻ പോകുന്നത് അങ്ങനെയല്ല. പ്രവാചകൻ ദൈവം പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്, ദൈവം പറയുന്ന പോലെയാണ് പറയുന്നത്. അത് മൈക്കിയുടെ പ്രസംഗമൊന്നും യാതൊരു അർത്ഥവുമില്ല. ദൈവം പറയുന്ന വിധത്തിൽ അതങ്ങോട്ട് പറയണം. അതിന് എന്ത് ഭാഷയോ അത്. 17ാമത്തെ പോയിന്റാണ് നമ്മൾ ഈ ചാർട്ട് ചെയ്യുന്നതിൽ അവസാനത്തെ പോയിന്റാണ്. ദൈവവചനം കേൾക്കാനും ദൈവ തിരുമനസ്സറിയാനും എഴുതപ്പെട്ട വചനമില്ലാതിരുന്ന പഴയ കാലത്ത് രാജാവും ജനങ്ങളും പ്രവാചകനെ സമീപിക്കേണ്ടിയിരുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്, മനസ്സിലായല്ലോ. പ്രവാചകന്റെ അടുത്ത് മാത്രമേ ദൈവവചനം ഉള്ളൂ. അതുകൊണ്ട് ഇവര് പ്രവാചകനെ സമീപിക്കേണ്ട. രാജാക്കന്മാർക്ക് യുദ്ധത്തിന് പോകണം, പ്രവാചകനെ വേണം. ഒരു ചേട്ടന് കല്യാണം, മകളുടെ കല്യാണം നടത്തണമോ, ഈ കല്യാണം വേണോ വേണ്ടയോ, പ്രവാചകനെ വേണം. നമ്മൾക്ക് ഹിന്ദുക്കളെ അവര് സമയവും ഈ ചേർച്ചയൊക്കെ നക്ഷത്രമൊക്കെ നോക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ നക്ഷത്രം നോക്കാതെ അവര് കല്യാണം നടത്തിയാൽ അവർക്ക് എപ്പോഴും അസ്വസ്ഥയായിരിക്കും, ഇത് ശരിയാണോ. അപ്പൊ അത് നോക്കിയിട്ട് അങ്ങ് നടത്തുന്നു എന്ന് പറഞ്ഞതുപോലെ പ്രവാചകന്റെ അടുത്ത് പോയി പ്രവാചകന്റെ കൺഫർമേഷൻ കിട്ടി ദൈവഹിതമാണെന്ന് പറഞ്ഞ കർമ്മം നടത്തുന്നു. അതാണ് ഇവർ ഈ സമയം നോക്കുന്ന കാര്യത്തിലൊക്കെ ഉള്ളത്. ഈ പഴയ ആ പാരമ്പര്യം ഇങ്ങനെ തുടരുന്നതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കത്തോലിക്ക ബൈബിൾ 18 ഗ്രന്ഥങ്ങളാണ് പ്രവാചകന്മാരുടെ ഉള്ളത്, പേരിലുള്ളത്. പക്ഷേ പ്രവാചകന്മാര് ബൈബിളിൽ 1000-ലധികം ഉണ്ട്. അതായത് പേര് പറഞ്ഞതും പറയാത്തതുമായിട്ട്. അതിന്റെ ഞാൻ ഈ പുസ്തകത്തിൽ ചാർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പുതിയ നിയമത്തിൽ അതടക്കം 82 പേരെയാണ് എന്റെ ഓർമ്മ, 65 ഈശോയുടെ 64 പേരെയാണ് ഇതിനകത്ത് അലൈൻ ചെയ്തിരിക്കുന്നത്. അത് ഈ ദിനവൃത്താന്ത ഗ്രന്ഥത്തിലും മറ്റുമൊക്കെയുള്ള എല്ലാവരെയും കൂടെ പെരുക്കി വെച്ചാണ്. അപ്പൊ നാത്താൻ പ്രവാചകന്റെ പുസ്തകമില്ല, ഏലിയായിക്ക് പുസ്തകമില്ല, ഏലീഷായിക്ക് പുസ്തകമില്ല, ഗാദിന് പുസ്തകമില്ല. ഇങ്ങനെ പുസ്തകമില്ലാത്ത പ്രവാചകന്മാരുണ്ട്. മോശയ്ക്ക് പുസ്തകമില്ല, ജോഷുവായിക്ക് പുസ്തകമുണ്ട്. അപ്പോ ഈ പുസ്തകമില്ലാത്തവരെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും പേരുള്ളത്. പക്ഷെ പുസ്തകങ്ങൾ ഇത്രയേ ഉള്ളൂ. പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടത് പൊതുവെ പ്രവാചകന്മാരുടെ കാലശേഷമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായ ക്രമമൊന്നും ഇതിനകത്ത് കാണുകയില്ല. പക്ഷെ കൂടുതൽ പ്രവാചകന്മാരുണ്ടെന്ന് ഓർത്തുകൊള്ളണം. പുതിയ നിയമത്തിലും വാസ്തവത്തിൽ കുറച്ച് പ്രവാചകന്മാരുണ്ട്. അതായത് അഗാബോസ്, പിന്നെ ഫിലിപ്പിന്റെ മക്കള്, ബാർണബാസ്, യോഹന്നാൻ, യൂദാസ്, സീലാസ് പറയുന്ന കുറച്ച് ആളുകളെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലും ഒക്കെ നമുക്ക് പ്രവാചകന്മാരായിട്ട് കാണാം. പക്ഷെ ഈശോയുടെ കാലം, ഈശോയാണ് നമുക്കറിയാലോ, ലൂക്കായുടെ 16 വായിച്ചാൽ നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഈശോ വന്നതോടുകൂടി പ്രവാചകന്റെ ദൗത്യം അവസാനിച്ചു. പിന്നെ ഒരു പ്രവാചക ദൗത്യം ഇല്ല. പുതിയ നിയമത്തിലുള്ള പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് അതാത് സമയത്ത് ഈശോയുടെ പ്രബോധനം അനുസരിച്ച് ആളുകൾക്ക് ഗൈഡൻസ് കൊടുക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അതൊന്നും നമുക്കറിയില്ല, ബൈബിളൊന്നും ഇല്ല. അപ്പോ ഈശോയുടെ വെളിപാട് അനുസരിച്ച് ജനത്തിന് ഭാവിയിലേക്കുള്ള വഴി നടത്തുന്ന ആളുകളൊക്കെ പ്രവാചകന്മാരായിട്ട് സഭയിൽ ഇന്നും കണക്കാക്കാവുന്നതാണ്. ക്രിസ്തുവിന് വിരുദ്ധമായ ഒരു വെളിപാടും കൊണ്ടുവരുന്നത് സത്യപ്രവാചകനല്ല. ആര് കൊണ്ടുവന്നാലും അത് വ്യാജ പ്രവാചകനാണ്. അത് സഭയ്ക്കായാലും അകത്തായാലും പുറത്തായാലും അതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടായിരിക്കണം. ക്രിസ്തുവിന് കാലശേഷം പ്രവാചക ദൗത്യം ഇല്ല എന്ന് നിങ്ങൾ ഹെബ്രായ ലേഖനം 1-ാം അധ്യായം വായിച്ചാൽ ഈ അവസാന കാലത്ത്, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെയും മറ്റു മനുഷ്യരിലൂടെയും സംസാരിച്ച ദൈവം ഈ അവസാന കാലത്ത് തന്റെ പുത്രനിലൂടെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ക്ലോസ് ചെയ്യുന്നുണ്ട്.